ഹായ് എല്ലാവർക്കും പ്ലൂട്ടോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ രണ്ടാമത്തെ പാർട്ട് വീഡിയോ ആണ്. അപ്പോൾ ഒന്നാമത്തെ പാർട്ട് വീഡിയോ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക് റിവിഷനിൽ നമ്മളെന്നും പറയുന്നത് പോലെ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് ചോദ്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. അതേപോലെ തന്നെ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ കണ്ടെത്തുക. അതേപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ചോദ്യങ്ങൾ പിന്നെയും റിവൈസ് ചെയ്ത് വരാം. അപ്പോൾ അത് പിന്നെയും വായിക്കുമ്പോൾ എന്നാണ്, അല്ലെങ്കിൽ പിന്നെയും കേൾക്കുമ്പോൾ എന്നാണ് നമുക്കത് പെട്ടെന്ന് മനസ്സിൽ ഇരിക്കും. അപ്പോൾ സമയം കളയണ്ട, നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വീഡിയോ തുടങ്ങാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, പഞ്ചസാരയുടെ ക്രിസ്റ്റലൈസേഷന് ശേഷം ബാക്കി വരുന്ന മൊളാസസ് അറിയപ്പെടുന്നത് എന്തെന്നാണ് അറിയപ്പെടുന്നത്? അതിനെ നമ്മൾ മദർ ലിക്കർ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ പഞ്ചസാരയുടെ ക്രിസ്റ്റലൈസേഷന് ശേഷം ബാക്കി വരുന്ന മൊളാസസ് അറിയപ്പെടുന്ന പേരെന്താണ്? അതിനെ നമ്മൾ മദർ ലിക്കർ എന്നാണ് പറയുന്നത്. അപ്പോൾ പഞ്ചസാരയുടെ ക്രിസ്റ്റലൈസേഷന് ശേഷം ബാക്കി വരുന്ന മൊളാസസ് അറിയപ്പെടുന്ന പേരെന്താണ്ടാ? മദർ ലിക്കർ എന്നാണ് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, FL1 ലൈസൻസ് ഉള്ള ഷോപ്പുകൾക്ക് മദ്യ വിൽപ്പനയ്ക്കുള്ള അനുമതി ഒരു ദിവസം എത്ര മണിക്കൂറാണ്? FL1 ലൈസൻസ് ഉള്ള മദ്യശാലയ്ക്ക് എത്ര മണിക്കൂറാണ് ഒരു ദിവസം? 12 മണിക്കൂറാണ് ഓപ്പൺ ചെയ്യാനുള്ള അനുമതി ഉള്ളത്. അപ്പോൾ FL1 ലൈസൻസ് ഉള്ള ഷോപ്പുകൾക്ക് മദ്യവിൽപ്പനയ്ക്കുള്ള അനുമതി ഒരു ദിവസം എത്ര മണിക്കൂറാണ്ടാ? 12 മണിക്കൂർ. 12 മണിക്കൂർ FL1 ലൈസൻസ് ഉള്ള മദ്യശാലയ്ക്ക്. അടുത്ത ചോദ്യം, അബ്കാരി നിയമത്തിലെ 14-ാം വകുപ്പ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അബ്കാരി നിയമത്തിലെ 14-ാം വകുപ്പ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? മദ്യസംഭരണശാലകളുടെ നിർമ്മാണം. അപ്പോൾ നമ്മുടെ അബ്കാരി നിയമത്തിലെ 14-ാം വകുപ്പ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? മദ്യസംഭരണശാലകളുടെ നിർമ്മാണവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ അബ്കാരി നിയമത്തിലെ 14-ാം വകുപ്പ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? മദ്യസംഭരണശാലകളുടെ നിർമ്മാണം. അടുത്ത ചോദ്യം, NDPS നിയമം ഇന്ത്യക്ക് അകത്തും പുറത്തുമുള്ള എല്ലാ പൗരന്മാർക്കും ബാധകമാണ് എന്ന് പറഞ്ഞിട്ടുള്ള വകുപ്പ്? സെക്ഷൻ 1 ക്ലോസ് 2A അല്ലെങ്കിൽ 1 ക്ലോസ് 2 ക്ലോസ് A, 1 ക്ലോസ് 2 ക്ലോസ് A അങ്ങനെയും പറയാം. ഓക്കെ, അപ്പോൾ NDPS നമുക്ക് പഠിക്കാൻ വേണ്ടി എന്ത് ചെയ്യാം, 1 ക്ലോസ് 2A അങ്ങനെ പറയാം, അല്ലെങ്കിൽ 1-2 എന്നും പറയാം, ഇഷ്ടമുള്ള രീതിയിൽ പറയാം. അപ്പോൾ NDPS നിയമം ഇന്ത്യക്ക് അകത്തും പുറത്തുമുള്ള എല്ലാ പൗരന്മാർക്കും ബാധകമാണ് എന്ന് പറഞ്ഞിട്ടുള്ള NDPS നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 1 ക്ലോസ് 2 ക്ലോസ് A ആണ്. 1-2A. ഓക്കെ, അടുത്ത ചോദ്യം, അബ്കാരി നിയമത്തിലെ 4-ാം അധ്യായം എന്തിനെയെല്ലാം കുറിച്ച് വിശദീകരിക്കുന്നു? അപ്പോൾ അബ്കാരി നിയമത്തിലെ 4-ാം അധ്യായം എന്തിനെയെല്ലാം കുറിച്ചാണ് വിശദീകരിക്കുന്നത്? മദ്യത്തിൻ്റെ നിർമ്മാണം, കൈവശം വയ്ക്കൽ, മദ്യവിൽപ്പന. അപ്പോൾ നമ്മുടെ അബ്കാരി നിയമത്തിലെ 4-ാം അധ്യായം എന്തിനെക്കുറിച്ച് പറയുന്നു? മദ്യത്തിൻ്റെ നിർമ്മാണം, മദ്യത്തിൻ്റെ കൈവശം വയ്ക്കൽ, മദ്യത്തിൻ്റെ വിൽപ്പന. അപ്പോൾ അബ്കാരി നിയമത്തിലെ 4-ാം അധ്യായം എന്തിനെയെല്ലാം കുറിച്ച് വിശദീകരിക്കുന്നു? മദ്യത്തിൻ്റെ നിർമ്മാണം, കൈവശം വയ്ക്കൽ, മദ്യ വിൽപ്പന. അടുത്ത ചോദ്യം, വിമുക്തി മിഷൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ കൺവീനർ ആരാണ്? കൺവീനർ വിമുക്തി മിഷൻ്റെ, അത് നമ്മുടെ എക്സൈസ് കമ്മീഷണറാണ്. അപ്പോൾ വിമുക്തി മിഷൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ കൺവീനർ ആരാണെന്ന് വെച്ചാൽ ആരാണ്ടാ? എക്സൈസ് കമ്മീഷണറാണ് വിമുക്തി മിഷൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ കൺവീനർ എന്ന് പറയുന്നത്. അപ്പോൾ വിമുക്തി മിഷൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ കൺവീനർ ആരാണെന്ന് വെച്ചാൽ ആരാണ്? നമ്മുടെ എക്സൈസ് കമ്മീഷണറാണ്. അടുത്ത ചോദ്യം, NDPS നിയമത്തിലെ 21-ാം വകുപ്പ് പ്രകാരം ലഹരി വസ്തു വാണിജ്യ അളവിലാണെങ്കിൽ പരമാവധി തടവ് ശിക്ഷ എത്ര വർഷം വരെയാണ്? 20 വർഷം വരെയാണ്. നമ്മൾ പറഞ്ഞു ചെറിയ അളവ്, വാണിജ്യ അളവ്, അതൊക്കെ നമ്മൾ ആ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ NDPS നിയമത്തിലെ 21-ാം വകുപ്പ് പ്രകാരം ലഹരി വസ്തു വാണിജ്യ അളവിലാണെങ്കിൽ പരമാവധി തടവ് ശിക്ഷ എത്ര വർഷം വരെയാണ്? 20 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. 20 വർഷം വരെ വാണിജ്യ അളവാണെങ്കിൽ. അടുത്ത ചോദ്യം, 750 ml മുതൽക്കുള്ള മദ്യ ബോട്ടിലുകളിൽ മദ്യപാനത്തിനെതിരായ സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ് പ്രദർശിപ്പിക്കുന്ന അക്ഷരങ്ങളുടെ വലിപ്പം എത്രയായിരിക്കണം? 0.3
3 മില്ലി മീറ്റർ മുതലായിരിക്കണം. അപ്പോൾ 750 മില്ലി ലിറ്റർ മുതൽക്കുള്ള മദ്യ ബോട്ടിലുകളിൽ മദ്യപാനത്തിനെതിരായ സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ് പ്രദർശിപ്പിക്കുന്ന അക്ഷരങ്ങളുടെ വലിപ്പം എത്രയായിരിക്കണം? അത് 0.3 മില്ലിമീറ്റർ മുതൽ ആയിരിക്കണം. 0.3 മില്ലിമീറ്റർ മുതൽ. അടുത്ത ചോദ്യം. അബ്കാരി ഓഫീസർമാരുടെ അധികാരങ്ങളും കടമകളും വിശദമാക്കുന്ന അധ്യായം ഏതധ്യായമാണ്? അധ്യായം 7 അധ്യായം ഏതാണ്? 5, 1, 6, 1, 7, 1, 8 8 ഏതാണ്? അധ്യായം 8. അപ്പോൾ അബ്കാരി ഓഫീസർമാരുടെ അധികാരങ്ങളും കടമകളും വിശദമാക്കുന്ന അധ്യായം ഏതാണ്? അധ്യായം 8. അപ്പോൾ അബ്കാരി ഓഫീസർമാരുടെ അധികാരങ്ങളും കടമകളും വിശദമാക്കുന്ന അധ്യായം ഏതാണ്? 5, 1, 6, 1, 7, 8. 8ാം അധ്യായത്തിലാണ് അബ്കാരി ഓഫീസർമാരുടെ അധികാരങ്ങളും കടമകളും വിശദമാക്കുന്നത്. അടുത്ത ചോദ്യം. ലഹരിപാനീയങ്ങളിൽ മദ്യത്തിൻ്റെ അളവ് കണ്ടെത്താൻ പൊതുവായി ഉപയോഗിക്കുന്ന ഉപകരണം ഏതുപകരണമാണ്? ഹൈഡ്രോമീറ്ററാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ ലഹരിപാനീയങ്ങളിൽ മദ്യത്തിൻ്റെ അളവ് കണ്ടെത്താൻ പൊതുവായി ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഹൈഡ്രോമീറ്ററാണ്. ലഹരിപാനീയങ്ങളിൽ മദ്യത്തിൻ്റെ അളവ് കണ്ടെത്താൻ പൊതുവായി ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഹൈഡ്രോമീറ്ററാണ്. അടുത്ത ചോദ്യം. നിയമവിധേയമല്ലാതെ വളർത്തുന്ന ലഹരിച്ചെടികൾ അബ്കാരി ഉദ്യോഗസ്ഥർക്ക് പിടിച്ചെടുക്കുവാൻ അധികാരം നൽകുന്ന NDPS വകുപ്പ്. സെക്ഷൻ 48. അപ്പോൾ നമ്മുടെ നിയമവിധേയമല്ലാതെ വളർത്തുന്ന ലഹരിച്ചെടികൾ അബ്കാരി ഉദ്യോഗസ്ഥന് പിടിച്ചെടുക്കുവാൻ അധികാരം നൽകുന്ന NDPS നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 48. നിയമവിധേയമല്ലാതെ വളർത്തുന്ന ലഹരിച്ചെടികൾ അബ്കാരി ഉദ്യോഗസ്ഥർക്ക് പിടിച്ചെടുക്കുവാൻ അധികാരം നൽകുന്ന NDPS നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 48. അടുത്ത ചോദ്യം. അബ്കാരി നിയമത്തിലെ 11ാം വകുപ്പ് പ്രകാരം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറുടെ അധികാര പരിധി എവിടെ വരെയാണ്? നമ്മുടെ കേരളം മുഴുവനുമാണ്. അപ്പോൾ നമ്മുടെ അബ്കാരി നിയമത്തിലെ 11ാം വകുപ്പ് പ്രകാരം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറുടെ അധികാര പരിധി എവിടെ വരെയാണ്? നമ്മുടെ കേരളം മുഴുവനുമാണ് അധികാര പരിധി ഉള്ളത്. അപ്പോൾ ഒന്നുകൂടി പറയാം. അബ്കാരി നിയമത്തിലെ 11ാം വകുപ്പ് പ്രകാരം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറുടെ അധികാര പരിധി എവിടെ വരെയാണ്? നമ്മുടെ കേരളം മുഴുവനുമാണ് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറുടെ അധികാര പരിധി. നിയമത്തിലെ 11ാം വകുപ്പ് പ്രകാരമാണ് അങ്ങനെയുള്ള അധികാര പരിധി ഉള്ളത്. അടുത്ത ചോദ്യം. ചാരായ നിർമ്മാണം നിരോധിച്ചിരിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ്. സെക്ഷൻ 8 ക്ലോസ് 1 അല്ലെങ്കിൽ നമ്മൾ 8-1 പറയും. അപ്പോൾ ചാരായ നിർമ്മാണം നിരോധിച്ചിരിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 8 ക്ലോസ് 1 8-1. അപ്പോൾ ചാരായ നിർമ്മാണം നിരോധിച്ചിരിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പാണ് 8-1. ചാരായ നിർമ്മാണം നിരോധിച്ചിരിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 8-1. ചാരായ നിർമ്മാണം നിരോധിച്ചിരിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 8-1. സെക്ഷൻ 8-1. അടുത്ത ചോദ്യം. അബ്കാരി കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന് തെളിവ് ശേഖരിക്കുന്നതിനായി ഒരാളെ വിളിച്ചു വരുത്തുവാൻ അധികാരം നൽകുന്ന വകുപ്പ്. സെക്ഷൻ 44. അപ്പോൾ അബ്കാരി കേസ് അന്വേഷിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന് തെളിവ് ശേഖരിക്കുന്നതിനായി ഒരാളെ വിളിച്ചു വരുത്തുവാൻ അധികാരം നൽകുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 44. അപ്പോൾ നമ്മുടെ അബ്കാരി കേസ് അന്വേഷിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന് തെളിവ് ശേഖരിക്കുന്നതിനായി ഒരാളെ വിളിച്ചു വരുത്തുവാൻ അധികാരം നൽകുന്ന വകുപ്പ് ഏതാണ്? അത് നമ്മുടെ സെക്ഷൻ 44. നമ്മുടെ അബ്കാരി കേസ് അന്വേഷിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന് തെളിവ് ശേഖരിക്കുന്നതിനായി ഒരാളെ വിളിച്ചു വരുത്തുവാൻ അധികാരം നൽകുന്ന വകുപ്പ് ഏതാണ്ടാ? നമ്മുടെ സെക്ഷൻ 44. പിന്നെയും പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അടുത്ത ചോദ്യം. അബ്കാരി നിയമത്തിൽ പ്രതിപാദിക്കുന്ന കുറ്റകൃത്യത്തിൽ ഉൾപ്പെടുന്നതായ വ്യക്തി തെറ്റായ പേരും വിലാസവുമാണ് നൽകുന്നതെങ്കിൽ ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ അധികാരം നൽകുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 35. അബ്കാരി നിയമത്തിൽ പ്രതിപാദിക്കുന്ന കുറ്റകൃത്യത്തിൽ ഉൾപ്പെടുന്നതായ ഒരു വ്യക്തി അയാൾ ചോദിക്കുമ്പോൾ തെറ്റായ പേരും വിലാസവും നൽകിയാൽ
ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ അധികാരം നൽകുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 35. അപ്പോൾ ഒന്നുകൂടി പറയാം. നമ്മുടെ അബ്കാരി നിയമത്തിൽ പ്രതിപാദിക്കുന്ന ഒരു കുറ്റം കൃത്യത്തിൽ ഏർപ്പെടുന്ന ഒരു വ്യക്തിയോട് ചോദിക്കുമ്പോൾ തെറ്റായ പേരും വിലാസവുമാണ് നൽകുന്നതെങ്കിൽ ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ അധികാരം നൽകുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 35. സെക്ഷൻ 35. അടുത്ത ചോദ്യം. ഒരു വ്യക്തിക്ക് പെർമിറ്റില്ലാതെ സൂക്ഷിക്കാൻ കഴിയുന്ന വിദേശ മദ്യത്തിൻ്റെ അളവ് 13.5 ലിറ്ററാണ്. അപ്പോൾ ഒരു വ്യക്തിക്ക് പെർമിറ്റില്ലാതെ സൂക്ഷിക്കാൻ കഴിയുന്ന വിദേശ മദ്യത്തിൻ്റെ അളവ് എത്രയാണ്? 13.5 ലിറ്ററാണ്. ഒരു വ്യക്തിക്ക് പെർമിറ്റില്ലാതെ സൂക്ഷിക്കാൻ കഴിയുന്ന വിദേശ മദ്യത്തിൻ്റെ അളവ് എത്രയാണ്? 13.5 ലിറ്ററാണ്. അടുത്ത ചോദ്യം. NDPS കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന വ്യക്തി ഏത് റാങ്കിൽ കുറയാത്ത എക്സൈസ് ഉദ്യോഗസ്ഥനായിരിക്കണം? എക്സൈസ് ഇൻസ്പെക്ടറിൽ കുറയാത്ത എക്സൈസ് ഉദ്യോഗസ്ഥൻ ആയിരിക്കണം. അപ്പോൾ നമ്മുടെ NDPS കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന വ്യക്തി ഏത് റാങ്കിൽ കുറയാത്ത എക്സൈസ് ഉദ്യോഗസ്ഥനായിരിക്കണം? എക്സൈസ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത എക്സൈസ് ഉദ്യോഗസ്ഥൻ ആയിരിക്കണം. അപ്പോൾ നമ്മുടെ NDPS കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന വ്യക്തി ഏത് റാങ്കിൽ കുറയാത്ത എക്സൈസ് ഉദ്യോഗസ്ഥനായിരിക്കണം? എക്സൈസ് ഇൻസ്പെക്ടറുടെ റാങ്കിൽ കുറയാത്ത എക്സൈസ് ഉദ്യോഗസ്ഥൻ ആയിരിക്കണമെന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ? അങ്ങനെയാണ് ഈ ഒരു ചോദ്യം പറയുന്നത്. അങ്ങനെയാണ് പറയുന്നത്. അടുത്ത ചോദ്യം. കേരളത്തിൽ ചാരായ ഷാപ്പുകൾ അടച്ചുപൂട്ടാനുള്ള ഉത്തരവ് ഇറങ്ങിയത് എപ്പോഴാണ്? 1995 ഡിസംബറിലാണ്. അപ്പോൾ ചാരായ ഷോപ്പുകൾ അടച്ചിടാനുള്ള ഉത്തരവ് ഇറക്കിയെന്നാണ് 1995. അപ്പോൾ ചാരായ ഷോപ്പുകൾ അടച്ചുപൂട്ടാനുള്ള ഉത്തരവ് ഇറങ്ങിയത് എപ്പോഴാണ്? 1995 ചാരായ ഷോപ്പുകൾ അടച്ചുപൂട്ടാനുള്ള ഉത്തരവ് ഇറങ്ങിയത് എപ്പോഴാണ്? 1995 ഡിസംബറിലാണ് ഉത്തരവ് ഇറങ്ങിയത്. അടുത്ത്. NDPS നിയമം ഇന്ത്യക്ക് അകത്തും പുറത്തുമുള്ള എല്ലാ പൗരന്മാർക്കും ബാധകമാണ്. നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞ ചോദ്യം ഏതാണ്? 1(2)A. 1(2)A. ഇപ്പോൾ NDPS നിയമം ഇന്ത്യക്ക് അകത്തും പുറത്തുമുള്ള എല്ലാ പൗരന്മാർക്കും ബാധകമാണ് എന്ന് പറഞ്ഞിട്ടുള്ള വകുപ്പ് ഏതാണ്? സെക്ഷൻ 1(2)A ആണ്. അടുത്ത ചോദ്യം. വെയർഹൗസസ്, ഡിസ്റ്റിലറീസ് തുടങ്ങിയവ സ്ഥാപിക്കുന്നത് വിശദമാക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് സെക്ഷൻ 14 ആണ്. ഇപ്പോൾ വെയർഹൗസസ്, ഡിസ്റ്റിലറീസ് തുടങ്ങിയവ സ്ഥാപിക്കുന്നത് വിശദമാക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് സെക്ഷൻ 14. വെയർഹൗസസ്, ഡിസ്റ്റിലറീസ് തുടങ്ങിയവ സ്ഥാപിക്കുന്നത് വിശദമാക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 14 ആണ്. വെയർഹൗസസ്, ഡിസ്റ്റിലറീസ് തുടങ്ങിയവ സ്ഥാപിക്കുന്നത് വിശദമാക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 14. ഓക്കെ, സെക്ഷൻ 14 ആണ്. അടുത്ത്. വിമുക്തി മിഷൻ്റെ നിലവിലെ ചെയർമാൻ ആരാണ്? അത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അപ്പോൾ വിമുക്തി മിഷൻ്റെ നിലവിലെ ചെയർമാൻ ആരാണ്? പിണറായി വിജയനാണ്. കറുപ്പിന് നിർവചനം നൽകിയിട്ടുള്ള NDPS നിയമവകുപ്പ് സെക്ഷൻ 2 ക്ലോസ് 15 10, 5, 15. അപ്പോൾ കറുപ്പിന് നിർവചനം നൽകിയിട്ടുള്ള വകുപ്പ് ഏതാണ്? സെക്ഷൻ 2 ക്ലോസ് 15. അപ്പോൾ NDPS നിയമത്തിലെ കറുപ്പിന് നിർവചനം നൽകിയിട്ടുള്ള വകുപ്പ് ഏതാണ്? സെക്ഷൻ 2 ക്ലോസ് 15. NDPS നിയമത്തിൽ കറുപ്പിന് നിർവചനം നൽകിയിട്ടുള്ള വകുപ്പ് ഏതാണ്? സെക്ഷൻ 2 ക്ലോസ് 15. 2 ക്ലോസ് 15. കറുപ്പ് 2 ക്ലോസ് 15. അടുത്ത്. കേരളത്തിൽ പൂർണ്ണമായ ചാരായ നിരോധനം നിലവിൽ വന്നത് 1996 ഏപ്രിൽ 1 മുതലാണ്. അപ്പോൾ കേരളത്തിൽ പൂർണ്ണമായ ചാരായ നിരോധനം എന്ന് വന്നു? 1996 ഏപ്രിൽ 1. അപ്പോൾ കേരളത്തിൽ പൂർണ്ണമായ ചാരായ നിരോധനം എന്ന് വന്നു? 1996 ഏപ്രിൽ 1 മുതൽ വന്നു. അടുത്ത്. തെങ്ങ്, പാൻമിറ, ഈന്തപ്പന എന്നിവയിൽ നിന്നെടുക്കുന്ന പുളിപ്പിച്ചതോ പുളിപ്പിക്കാത്തതോ ആയ ജ്യൂസിനെ വിളിക്കുന്ന പേര് അതാണെന്ത്? അതാണ് നമ്മുടെ കള്ളെന്ന് പറയുന്നത്. അപ്പോൾ തെങ്ങ്, പാൻമിറ, ഈന്തപ്പന എന്നിവയിൽ നിന്നെടുക്കുന്ന പുളിപ്പിച്ചതോ പുളിപ്പിക്കാത്തതോ ആയ ജ്യൂസിനെ വിളിക്കുന്ന പേരെന്താണ്ടാ? അതാണ് നമ്മുടെ കള്ളെന്ന് പറയുന്നത്. അടുത്ത ചോദ്യം. യുവജനങ്ങളെയും വിദ്യാർത്ഥികളെയും ലഹരി ഉപയോഗത്തിൻ്റെ ദൂഷ്യവശങ്ങൾ ബോധ്യപ്പെടുത്തി വ്യാപകമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ ഉദ്ദേശമിട്ട്
കേരള സർക്കാർ ലഹരി വർജന പരിപാടിയുടെ പേര് അതാണ് വിമുക്തി. നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്പോൾ യുവജനങ്ങളെയും വിദ്യാർത്ഥികളെയും ലഹരി ഉപയോഗത്തിൻ്റെ ദൂഷ്യവശങ്ങൾ ബോധ്യപ്പെടുത്തി വ്യാപകമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ ഉദ്ദേശമിട്ട് കേരള സർക്കാർ ലഹരി വർജന പരിപാടിയുടെ പേര് എന്താണ്? അതാണ് നമ്മുടെ വിമുക്തി എന്ന് പറയുന്നത്. എന്താണ് വിമുക്തി? അടുത്ത ചോദ്യം, മദ്യവിൽപ്പന എന്നത് നിർവചിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ്. സെക്ഷൻ 3 ക്ലോസ് 15 3-15. മദ്യവിൽപ്പന അബ്കാരി നിയമത്തിലെ ഏത് സെക്ഷനാണ്? 3-15. മദ്യവിൽപ്പന 3-15. മദ്യവിൽപ്പന 3-15. മദ്യവിൽപ്പന 3-15. മദ്യവിൽപ്പന എന്നത് നിർവചിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? 3-15. മദ്യവിൽപ്പന 3-15. ഓക്കെ, 3-15. അടുത്ത്, മെഡിക്കൽ ആൻഡ് ടോയ്ലറ്ററി ആവശ്യത്തിനുള്ള സാധനങ്ങൾ നിർമ്മിക്കുന്നതിനായി ഉപയോഗിക്കുന്ന സ്പിരിറ്റ് അത് നമ്മുടെ റെക്റ്റിഫൈഡ് സ്പിരിറ്റാണ്. ഇപ്പോൾ മെഡിക്കൽ ആൻഡ് ടോയ്ലറ്ററി ആവശ്യത്തിനായി ഉപയോഗിക്കുന്ന സ്പിരിറ്റ് ഏതാണ്? റെക്റ്റിഫൈഡ് സ്പിരിറ്റാണ്. ഇപ്പോൾ മെഡിക്കൽ ആൻഡ് ടോയ്ലറ്ററി ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന സ്പിരിറ്റ് ഏതാണ്? റെക്റ്റിഫൈഡ് സ്പിരിറ്റാണ്. ഇപ്പോൾ മെഡിക്കൽ ആൻഡ് ടോയ്ലറ്ററി ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന സ്പിരിറ്റാണ് ഏതാണ്? റെക്റ്റിഫൈഡ് സ്പിരിറ്റാണ്. റെക്റ്റിഫൈഡ് സ്പിരിറ്റാണ് മെഡിക്കൽ ആൻഡ് ടോയ്ലറ്ററി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കേണ്ട സ്പിരിറ്റ്. അടുത്ത ചോദ്യം, കള്ളുഷാപ്പ് നടത്തിപ്പിനായി ഏജൻറ്റിനെ നിയമിക്കുവാനുള്ള അധികാരമുള്ളത് ആർക്കാണ്? അപ്പോൾ കള്ളുഷാപ്പ് നടത്തിപ്പിനായി ഏജൻറ്റിനെ നിയമിക്കുവാനുള്ള അധികാരമുള്ളത് ആർക്കാണ്? സർക്കിൾ ഇൻസ്പെക്ടർ ഓഫ് എക്സൈസിനാണ്. അപ്പോൾ നമ്മുടെ കള്ളുഷാപ്പ് നടത്തിപ്പിനായി ഏജൻറ്റിനെ നിയമിക്കുവാനുള്ള അധികാരമുള്ളത് ആർക്കാണ്ട? സർക്കിൾ ഇൻസ്പെക്ടർ ഓഫ് എക്സൈസിനാണ് ആ ഒരു അധികാരം ഉള്ളത്. അടുത്ത ചോദ്യം, രാസപരിശോധനയ്ക്കായി എടുക്കാവുന്ന വിദേശ മദ്യത്തിൻ്റെ അളവ് 180 മില്ലി-ലിറ്ററാണ്. ഇപ്പോൾ രാസപരിശോധനയ്ക്കായി എടുക്കാവുന്ന വിദേശ മദ്യത്തിൻ്റെ അളവ് എത്രയാണ്? 180 മില്ലി-ലിറ്ററാണ്. ഇപ്പോൾ രാസപരിശോധനയ്ക്കായി എടുക്കാവുന്ന വിദേശ മദ്യത്തിൻ്റെ അളവ് എത്രയാണ്? 180 മില്ലി-ലിറ്റർ. രാസപരിശോധനയ്ക്കായി എടുക്കാവുന്ന വിദേശ മദ്യത്തിൻ്റെ അളവ് എത്രയാണ്ട? 180 മില്ലി-ലിറ്റർ. അടുത്ത ചോദ്യം, ചാരായത്തിൻ്റെ കയറ്റുമതി നിരോധിച്ചിരിക്കുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? സെക്ഷൻ 8-ൽ 1. ചാരായത്തിൻ്റെ കയറ്റുമതി നിരോധിച്ചിരിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് സെക്ഷൻ 8 ക്ലോസ് 1. ഇപ്പോൾ ചാരായത്തിൻ്റെ കയറ്റുമതി നിരോധിച്ചിരിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് സെക്ഷൻ 8 ക്ലോസ് 1. ഇപ്പോൾ ചാരായത്തിൻ്റെ കയറ്റുമതി നിരോധിച്ചിരിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് സെക്ഷൻ 8 ക്ലോസ് 1. ഇപ്പോൾ ചാരായത്തിൻ്റെ കയറ്റുമതി നിരോധിച്ചിരിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 8 ക്ലോസ് 1. അബ്കാരി നിയമത്തിലെ സെക്ഷൻ 3 ക്ലോസ് 6A എന്തിനെക്കുറിച്ച് പറയുന്നു? ചാരായത്തിനെക്കുറിച്ച് പറയുന്നു. സെക്ഷൻ 3 ക്ലോസ് 6A ചാരായം. സെക്ഷൻ 3 ക്ലോസ് 6A പറയുന്ന എന്താണ്? ചാരായമാണ്. സെക്ഷൻ 3 ക്ലോസ് 6A പറയുന്ന എന്താണ്? ചാരായമാണ്. സെക്ഷൻ 3 ക്ലോസ് 6A പറയുന്ന എന്താണ്? ചാരായം. 3 ക്ലോസ് 6A എന്താണ് പറയുന്നത്? ചാരായത്തിനെ കുറിച്ചാണ് സെക്ഷൻ 3 ക്ലോസ് 6A പറയുന്നത്. അടുത്ത്, ലഹരി മരുന്ന് കടത്തുന്നതിനോ വിൽക്കുന്നതിനോ സഹായിക്കാനായി വാഹനമോ മൃഗത്തിനെയോ വിട്ടു നൽകുന്നത് കുറ്റകരമാണെന്ന് പറയുന്ന NDPS നിയമത്തിലെ വകുപ്പ് സെക്ഷൻ 25. ഇപ്പോൾ ലഹരി മരുന്ന് കടത്തുന്നതിനോ വിൽക്കുന്നതിനോ സഹായിക്കുന്നതിനോ വാഹനത്തിനെയോ മൃഗത്തിനെയോ വിട്ടു നൽകുന്നത് കുറ്റകരമാണ് എന്ന് പറയുന്ന NDPS നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 25. സെക്ഷൻ 25 ആണ്. അടുത്ത ചോദ്യം, അബ്കാരി നിയമത്തിലെ സെക്ഷൻ 3 ക്ലോസ് 20 എന്തിനെ വിശദമാക്കുന്നു? റെക്റ്റിഫിക്കേഷനെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ റെക്റ്റിഫിക്കേഷനെ കുറിച്ച് പറയുന്ന വകുപ്പ് ഏതാണ്? 3 ക്ലോസ് 20 ആണ്. റെക്റ്റിഫിക്കേഷനെ കുറിച്ച് പറയുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് 3 ക്ലോസ് 20. റെക്റ്റിഫിക്കേഷനെ കുറിച്ച് പറയുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? 3 ക്ലോസ് 20 ആണ്. റെക്റ്റിഫിക്കേഷനെ കുറിച്ച് പറയുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണടാ? സെക്ഷൻ 3 ക്ലോസ് 20. 3 ക്ലോസ് 20. അടുത്ത്, NDPS നിയമത്തിൽ ഒരു കുറ്റം ചെയ്യാൻ ശ്രമിച്ചാലുള്ള ശിക്ഷയെക്കുറിച്ച് വിവരിക്കുന്ന വകുപ്പ് സെക്ഷൻ 28 ആണ്. അപ്പോൾ NDPS നിയമത്തിൽ ഒരു കുറ്റകൃത്യം ചെയ്യാൻ ശ്രമിച്ചാൽ അതിനുള്ള ശിക്ഷയെക്കുറിച്ച് വിവരിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 28. NDPS നിയമത്തിൽ ഒരു കുറ്റകൃത്യം ചെയ്യാൻ ശ്രമിച്ചാലുള്ള ശിക്ഷയെക്കുറിച്ച് വിവരിക്കുന്ന വകുപ്പ് സെക്ഷൻ 28. അടുത്ത ചോദ്യം, 3 വർഷത്തിൽ കൂടാത്ത തടവ് ശിക്ഷയുള്ള കുറ്റകൃത്യങ്ങൾക്ക്
അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിക്ക് അബ്കാരി ഓഫീസറിൽ നിന്നോ മജിസ്ട്രേറ്റിൽ നിന്നോ ജാമ്യത്തിന് അർഹതയുണ്ടെന്ന് വിശദമാക്കുന്ന വകുപ്പ്. സെക്ഷൻ 4 ക്ലോസ് 41 ക്ലോസ് 1 ആണ്. നമ്മുടെ 3 വർഷത്തിൽ കൂടാത്ത തടവ് ശിക്ഷയുള്ള കുറ്റകൃത്യങ്ങൾക്ക് അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിക്ക് അബ്കാരി ഓഫീസറിൽ നിന്നോ മജിസ്ട്രേറ്റിൽ നിന്നോ ജാമ്യത്തിന് അർഹതയുണ്ടെന്ന് പറയുന്ന വകുപ്പ്. സെക്ഷൻ 41 ക്ലോസ് 1 ആണ്. അപ്പോൾ 3 വർഷത്തിൽ കൂടാത്ത തടവ് ശിക്ഷയുള്ള കുറ്റകൃത്യങ്ങൾക്ക് അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിക്ക് അബ്കാരി ഓഫീസറിൽ നിന്നോ മജിസ്ട്രേറ്റിൽ നിന്നോ ജാമ്യത്തിന് അർഹതയുണ്ട് എന്ന് വിശദമാക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 41 ക്ലോസ് 1 ആണ്. 41 ക്ലോസ് 1 ആണ്. അടുത്ത ചോദ്യം, പൊതുസ്ഥലങ്ങളിലെ പുകവലി നിരോധന കോട്ട്പാ നിയമത്തിൽ ഏത് വകുപ്പിൽ പറയുന്നു? സെക്ഷൻ 4 പറയുന്നു. പൊതുസ്ഥലത്തെ പുകവലി നിരോധനം ഏത് സെക്ഷനാണ്? സെക്ഷൻ 4. പൊതുസ്ഥലത്തെ പുകവലി നിരോധനത്തെക്കുറിച്ച് പറയുന്ന കോട്ട്പാ നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 4 ആണ്. പൊതുസ്ഥലത്തെ പുകവലി നിരോധനത്തെക്കുറിച്ച് പറയുന്ന കോട്ട്പാ നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 4. സെക്ഷൻ 4 പൊതുസ്ഥലങ്ങളിലെ പുകവലി നിരോധനത്തെക്കുറിച്ച് പറയുന്ന കോട്ട്പാ നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 4 ആണ്. അടുത്ത്, NDPS നിയമത്തിലെ 10-ാം വകുപ്പ് ഒപ്പിയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ റൂൾസ് ഉണ്ടാക്കാൻ ആർക്ക് അധികാരം നൽകുന്നു? ഏതാണ്? സംസ്ഥാന സർക്കാരിനാണ് 10-ാം വകുപ്പ് പ്രകാരം അധികാരം നൽകുന്നത്. ഇപ്പോൾ NDPS നിയമപ്രകാരം 10-ാം വകുപ്പ് പ്രകാരം ഒപ്പിയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ റൂൾസ് ഉണ്ടാക്കാൻ അധികാരമാർക്കാണ്? സംസ്ഥാന സർക്കാരിനാണ്. ഇപ്പോൾ NDPS നിയമത്തിലെ 10-ാം വകുപ്പ് ഒപ്പിയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ റൂൾസ് ഉണ്ടാക്കാൻ ആർക്ക് അധികാരം നൽകുന്നു? സംസ്ഥാന സർക്കാരിന്. 10-ാം വകുപ്പ് സംസ്ഥാന സർക്കാരിന് ഒപ്പിയവുമായി ബന്ധപ്പെട്ട റൂൾസ് ഉണ്ടാക്കാൻ എന്ത് ചെയ്യുന്നു? നമ്മുടെ അധികാരം നൽകുന്നു. അടുത്ത ചോദ്യം, ചാരായ വിൽപ്പനയ്ക്കുള്ള ശിക്ഷ എന്താണ്? 10 വർഷം വരെയുള്ള തടവും 1 ലക്ഷം രൂപ വരെ പിഴയും. ഇപ്പോൾ ചാരായ വിൽപ്പനയ്ക്കുള്ള ശിക്ഷ എന്താണ്? 10 വർഷം വരെയുള്ള തടവ് ശിക്ഷയും 1 ലക്ഷം രൂപ വരെ പിഴയും. ചാരായ വിൽപ്പനയ്ക്കുള്ള ശിക്ഷ എന്താണ്ടാ? 10 വർഷം വരെയുള്ള തടവും 1 ലക്ഷം രൂപ വരെ പിഴയും കിട്ടും. ചാരായ വിൽപ്പനയ്ക്കുള്ള ശിക്ഷ എന്താണ്? 10 വർഷം വരെയുള്ള തടവും 1 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കും. അടുത്ത്, അബ്കാരി ഓഫീസർ എന്താണ് എന്ന് വിശദീകരിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ്. സെക്ഷൻ 4 ക്ലോസ് D ആണ്. 4D എന്ന് പറയാം. അപ്പോൾ അബ്കാരി ഓഫീസർ എന്താണെന്ന് പറയുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പാണ് സെക്ഷൻ 4 ക്ലോസ് D. അബ്കാരി ഓഫീസർ എന്താണ് എന്ന് പറയുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പാണ് സെക്ഷൻ 4 ക്ലോസ് D. അബ്കാരി ഓഫീസർ എന്താണ് എന്ന് പറഞ്ഞിട്ടുള്ള അബ്കാരി നിയമത്തിലെ വകുപ്പാണ് സെക്ഷൻ 4 ക്ലോസ് D. അടുത്ത്, NDPS നിയമപ്രകാരം കേസിനെക്കുറിച്ച് വിവര റിപ്പോർട്ട് നൽകേണ്ടത് എത്ര മണിക്കൂറിനുള്ളിലാണ്? 72 മണിക്കൂറിനുള്ളിലാണ്. അപ്പോൾ NDPS നിയമപ്രകാരം കേസിനെക്കുറിച്ച് വിവര റിപ്പോർട്ട് നൽകേണ്ടത് എത്ര മണിക്കൂറിനുള്ളിലാണ്? 72 മണിക്കൂറിനുള്ളിലാണ്. അപ്പോൾ NDPS നിയമപ്രകാരം കേസിനെക്കുറിച്ച് വിവര റിപ്പോർട്ട് നൽകേണ്ടത് എത്ര മണിക്കൂറിനുള്ളിലാണ്? 72 മണിക്കൂറിനുള്ളിലാണ്. അപ്പോൾ NDPS നിയമപ്രകാരം കേസിനെക്കുറിച്ച് വിവര റിപ്പോർട്ട് നൽകേണ്ടത് എത്ര മണിക്കൂറിനുള്ളിലാണ്? 72 മണിക്കൂറിനുള്ളിലാണ് റിപ്പോർട്ട് നൽകേണ്ടത്. അടുത്ത്, MDMAയുടെ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി എന്നത് എത്ര ഗ്രാമിന് മുകളിലാണ്? എത്ര ഗ്രാമിന് മുകളിലാണ്? 10 ഗ്രാമിന് മുകളിലാണ്. അപ്പോൾ നമ്മുടെ MDMA മെത്താഫെറ്റമിൻ എന്നൊക്കെ പറയുമല്ലോ, അപ്പോൾ എല്ലാവർക്കും അറിയാം. ഇപ്പോൾ MDMAയുടെ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി എത്ര ഗ്രാമിന് മുകളിലാണ്ടാ? 10 ഗ്രാമിന് മുകളിലാണ്. അപ്പോൾ MDMAയുടെ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി എത്ര ഗ്രാമിന് മുകളിലാണ്? 10 ഗ്രാമിന് മുകളിലാണ്. 10 ഗ്രാമിന് മുകളിലാണ്. അടുത്ത ചോദ്യം, യുവജനങ്ങളെയും വിദ്യാർത്ഥികളെയും നമ്മൾ പറഞ്ഞു ഏത് മിഷനാണ്? വിമുക്തിയാണ്. യുവജനങ്ങളെയും വിദ്യാർത്ഥികളെയും ലഹരി ഉപയോഗത്തിൻ്റെ ദൂഷ്യവശങ്ങൾ ബോധ്യപ്പെടുത്തി വ്യാപകമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുവാൻ ഉദ്ദേശമിട്ട് കേരള സർക്കാർ ആവിഷ്കരിച്ച ലഹരി വർജന പരിപാടിയുടെ പേരാണെന്ത്? വിമുക്തി എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുമാണ്. അടുത്ത ചോദ്യം, കേരള സംസ്ഥാന ലഹരി വർജന മിഷന് കീഴിലുള്ള സംസ്ഥാന സമിതികൾ എത്ര മാസം കൂടുമ്പോഴാണ് പ്രവർത്തനങ്ങൾ വിലയിരുത്തേണ്ടത്? 3 മാസം കൂടുമ്പോഴാണ്. അപ്പോൾ നമ്മുടെ സംസ്ഥാന ലഹരി വർജന മിഷന് കീഴിലുള്ള സംസ്ഥാന സമിതികൾ എത്ര മാസം കൂടുമ്പോഴാണ് പ്രവർത്തനങ്ങൾ വിലയിരുത്തേണ്ടത്? 3 മാസം കൂടുമ്പോഴാണ് പ്രവർത്തനങ്ങൾ വിലയിരുത്തേണ്ടത്. എത്ര മാസം കൂടുമ്പോൾ? 3 മാസം കൂടുമ്പോൾ പ്രവർത്തനം വിലയിരുത്തണം.
അടുത്ത ചോദ്യം, ഒപ്പിയം, കഞ്ചാവ്, ചരസ് തുടങ്ങിയവ ഒഴികെയുള്ള, ചോദ്യം ശ്രദ്ധിക്കുക, ഒപ്പിയം, കഞ്ചാവ്, ചരസ് തുടങ്ങിയവ ഒഴികെയുള്ള ലഹരി വസ്തുക്കൾ രാസപരിശോധനയ്ക്കായി എടുക്കേണ്ട അളവ് എത്ര ഗ്രാമാണ്? 5 ഗ്രാമാണ്. അപ്പോൾ ഒപ്പിയം, കഞ്ചാവ്, ചരസ് തുടങ്ങിയവ ഒഴികെയുള്ള ലഹരി വസ്തുക്കളാണെങ്കിൽ രാസപരിശോധനയ്ക്ക് എത്ര എടുക്കണം? 5 ഗ്രാം എടുക്കണം. അപ്പോൾ ഒപ്പിയം, കഞ്ചാവ്, ചരസ് തുടങ്ങിയവ ഒഴികെയുള്ള ലഹരി വസ്തുക്കളാണെങ്കിൽ രാസപരിശോധനയ്ക്ക് എടുക്കേണ്ട അളവ് എത്രയാണ്? 5 ഗ്രാമാണ് എടുക്കേണ്ടത്. അടുത്ത ചോദ്യം, പ്ലാസ്റ്റിക് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആൽക്കഹോൾ ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ഇൻഡസ്ട്രിയൽ വൈസ് ആൽക്കഹോളാണ്. പ്ലാസ്റ്റിക് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആൽക്കഹോൾ ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ഇൻഡസ്ട്രിയൽ വൈസ് ആൽക്കഹോളാണ്. പ്ലാസ്റ്റിക് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആൽക്കഹോൾ ഏത് വിഭാഗത്തിൽപ്പെടുന്നതാണ്? ഇൻഡസ്ട്രി വൈസ് ആൽക്കഹോളാണ് പ്ലാസ്റ്റിക് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആൽക്കഹോൾ എന്ന് പറയുന്നത്. അടുത്ത്, DDT നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന സ്പിരിറ്റ് ഡീനാച്ചേർഡ് സ്പിരിറ്റാണ്. ആ പേരിൽ തന്നെയുണ്ട് DDT നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന സ്പിരിറ്റ് ഏതാണ്? ഡീനാച്ചേർഡ് സ്പിരിറ്റാണ്. DDT യുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന സ്പിരിറ്റ് ഏതാണ്? ഡീനാച്ചേർഡ് സ്പിരിറ്റാണ്. DDT അറിയാമല്ലോ, DDTയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന സ്പിരിറ്റ് ഏതാണ്? ഡീനാച്ചേർഡ് സ്പിരിറ്റാണ്. അടുത്ത്, ലഹരി മരുന്നിൻ്റെ ദുരുപയോഗം തടയാനായി ദേശീയ ഫണ്ട് രൂപവൽക്കരിച്ചിരിക്കുന്നത് NDPS നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ്? സെക്ഷൻ 7A പ്രകാരമാണ്. അപ്പോൾ ലഹരി മരുന്നിൻ്റെ ദുരുപയോഗം തടയാനായി ദേശീയ ഫണ്ട് രൂപവൽക്കരിച്ചിരിക്കുന്നത് NDPS നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ്? സെക്ഷൻ 7A പ്രകാരമാണ്. അപ്പോൾ ലഹരി മരുന്നിൻ്റെ ദുരുപയോഗം തടയാനായി ദേശീയ ഫണ്ട് രൂപവൽക്കരിച്ചിരിക്കുന്നത് NDPS നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ്? സെക്ഷൻ 7A പ്രകാരമാണ്. ലഹരി മരുന്നിൻ്റെ ദുരുപയോഗം തടയാനായി ദേശീയ ഫണ്ട് രൂപവൽക്കരിച്ചിരിക്കുന്നത് NDPS നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ്? സെക്ഷൻ 7A പ്രകാരം. സെക്ഷൻ 7A പ്രകാരം. സെക്ഷൻ 7A പ്രകാരമാണ് അങ്ങനെ ആ ഒരു സെക്ഷൻ വച്ചിരിക്കുന്നത്. ഒന്നുകൂടി പറയാം, ലഹരി മരുന്നിൻ്റെ ദുരുപയോഗം തടയാനായി ദേശീയ ഫണ്ട് രൂപവൽക്കരിച്ചിരിക്കുന്നത് NDPS നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ്? സെക്ഷൻ 7A പ്രകാരമാണ്. അടുത്ത ചോദ്യം, ലഹരി മരുന്നിൻ്റെ ദുരുപയോഗത്തിനെതിരായ ദേശീയ ഫണ്ട് രൂപവൽക്കരണം വിശദീകരിക്കുന്ന NDPS നിയമത്തിലെ അധ്യായം 2A ആണ്. അപ്പോൾ നമ്മുടെ ലഹരി മരുന്നിൻ്റെ ദുരുപയോഗത്തിനെതിരായ ദേശീയ ഫണ്ട് രൂപവൽക്കരണത്തെക്കുറിച്ച് പറയുന്ന NDPS നിയമത്തിലെ അധ്യായം ഏതാണ്? അധ്യായം 2A ആണ്. അധ്യായം 2A ആണ്. അപ്പോൾ ലഹരി മരുന്നിൻ്റെ ദുരുപയോഗത്തിനെതിരായ ദേശീയ ഫണ്ട് രൂപവൽക്കരണം വിശദീകരിക്കുന്ന NDPS നിയമത്തിലെ അധ്യായം 2A ആണ്. ഇപ്പോൾ ലഹരി മരുന്നിൻ്റെ ദുരുപയോഗത്തിനെതിരായ ദേശീയ ഫണ്ട് രൂപവൽക്കരണം വിശദീകരിക്കുന്ന NDPS നിയമത്തിലെ അധ്യായം ഏതാണ്? അധ്യായം 2A ആണ്. അടുത്ത്, NDPS നിയമത്തിൽ ഒരു കുറ്റം ചെയ്യാൻ ശ്രമിച്ചാലുള്ള ശിക്ഷയെക്കുറിച്ച് വിവരിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 28. നമ്മൾ നേരത്തെ പറഞ്ഞു NDPS നിയമത്തിൽ ഒരു കുറ്റം ചെയ്യാൻ ശ്രമിച്ചാലുള്ള ശിക്ഷയെ വിവരിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 28. സെക്ഷൻ 28. അടുത്ത് നമ്മൾ പറഞ്ഞു, ഈ ചോദ്യം നമ്മൾ പറഞ്ഞത് എന്താണ്? ഒപ്പിയം, കഞ്ചാവ്, ചരസ് തുടങ്ങിയവ ഒഴികെയുള്ള ലഹരി വസ്തുക്കൾ രാസപരിശോധനയ്ക്കായി എടുക്കേണ്ട അളവ് എത്രയാണ്? 5 ഗ്രാമാണ് എടുക്കേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു. അടുത്ത്, മാനുഫാക്ചേർഡ് ഡ്രഗിൻ്റെ നിർവചനം നൽകുന്ന NDPS നിയമത്തിലെ വകുപ്പ് സെക്ഷൻ 2 ക്ലോസ് 11 11. ഇപ്പോൾ മാനുഫാക്ചേർഡ് ഡ്രഗിൻ്റെ നിർവചനം നൽകുന്ന NDPS നിയമത്തിലെ വകുപ്പ് സെക്ഷൻ ഏതാണ്? 2 ക്ലോസ് 11 ആണ്. മാനുഫാക്ചേർഡ് ഡ്രഗ് 2 ക്ലോസ് 11. മാനുഫാക്ചേർഡ് ഡ്രഗ് 2 ക്ലോസ് 11. അപ്പോൾ മാനുഫാക്ചേർഡ് ഡ്രഗിന് നിർവചനം നൽകുന്ന NDPS നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 2 ക്ലോസ് 11. മാനുഫാക്ചേർഡ് ഡ്രഗ് 2 ക്ലോസ് 11. മാനുഫാക്ചേർഡ് ഡ്രഗ് 2 ക്ലോസ് 11. NDPS നിയമത്തിൽ മാനുഫാക്ചേർഡ് ഡ്രഗിൻ്റെ നിർവചനം നൽകുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 2 ക്ലോസ് 11. അടുത്ത്, ചാരായത്തിന് നിർവചനം നൽകിയിരിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ചാരായം സെക്ഷൻ 3 ക്ലോസ് 6A ആണ്. അപ്പോൾ ചാരായത്തിന് നിർവചനം നൽകിയിരിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്ട്? സെക്ഷൻ 3 ക്ലോസ് 6A ആണ്. അപ്പോൾ ചാരായത്തിന് നിർവചനം നൽകിയിരിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് സെക്ഷൻ 3 ക്ലോസ് 6A. ചാരായത്തിന് നിർവചനം സെക്ഷൻ 3 ക്ലോസ് 6A. ചാരായത്തിന് നിർവചനം സെക്ഷൻ 3 ക്ലോസ് 6A ആണ്. ചാരായത്തിന് നിർവചനം നൽകിയിരിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്?
സെക്ഷൻ 3 ക്ലോസ് 6A ആണ്. ചാരായത്തിന് നിർവചനം നൽകിയിരിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്ട? സെക്ഷൻ 3 ക്ലോസ് 6A ആണ്. അടുത്ത് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയും. റിപ്പീറ്റ് ചെയ്ത് വായിച്ചാൽ എന്ത് ചെയ്യുള്ളൂ? നമുക്ക് മനസ്സിൽ നിൽക്കുകയുള്ളൂ. അടുത്ത് മദ്യവിൽപ്പന എന്നത് നിർവചിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് 3 ക്ലോസ് 15. ഇപ്പോൾ മദ്യവിൽപ്പന എന്നത് നിർവചിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 3 ക്ലോസ് 15. മദ്യവിൽപ്പന 3 ക്ലോസ് 15. മദ്യവിൽപ്പന 3 ക്ലോസ് 15. അടുത്ത ചോദ്യം, MDMAയുടെ കൊമേഴ്ഷ്യൽ അളവ് നമ്മൾ നേരത്തെ പറഞ്ഞത് എത്രയാണ്? 10 ഗ്രാമിന് മുകളിലാണ്. അപ്പോൾ MDMAയുടെ കൊമേഴ്ഷ്യൽ അളവ് എത്രയാണ്? 10 ഗ്രാമിന് മുകളിലാണ്. അടുത്ത ചോദ്യം, അനുമതിയില്ലാതെ കള്ള് ചെത്തിയാൽ ശിക്ഷ എത്രയാണ്? 1 വർഷം വരെ തടവ്, അല്ലെങ്കിൽ 10,000 രൂപ വരെ പിഴ, അല്ലെങ്കിൽ രണ്ടും കിട്ടും. അപ്പോൾ അനുമതിയില്ലാതെ കള്ള് ചെത്തിയാൽ ശിക്ഷ എന്താണ്ടാ? 1 വർഷം വരെ തടവ് പ്ലസ് എന്താണ്, അല്ലെങ്കിൽ എന്താണ്, 10,000 രൂപ വരെ പിഴ, അല്ലെങ്കിൽ രണ്ടും കിട്ടും. അപ്പോൾ അനുമതിയില്ലാതെ കള്ള് ചെത്തിയാൽ ശിക്ഷ എന്താണ്? 1 വർഷം വരെ തടവ് ശിക്ഷ, അല്ലെങ്കിൽ 10,000 രൂപ പിഴ, അല്ലെങ്കിൽ എന്ത് ചെയ്യും? രണ്ടും കൂടി കിട്ടും. അപ്പോൾ അനുമതിയില്ലാതെ കള്ള് ചെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 വർഷം വരെ തടവ്, അല്ലെങ്കിൽ 10,000 രൂപ, അല്ലെങ്കിൽ രണ്ടും കിട്ടും. മനസ്സിലായല്ലോ? അടുത്ത്, കള്ളുഷാപ്പുകൾ പരിശോധിക്കുന്നത് ഏത് റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥനായിരിക്കണം? ഏത് റാങ്കിൽ കുറയാത്തതാണ്? പ്രിവൻറ്റീവ് ഓഫീസർ റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ ആയിരിക്കണം. അപ്പോൾ കള്ളുഷാപ്പുകൾ പരിശോധിക്കുന്നത് ഏത് റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥനായിരിക്കണമെന്നാണ് അബ്കാരി നിയമത്തിൽ പറയുന്നത്? പ്രിവൻറ്റീവ് ഓഫീസറിൻ്റെ റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥനായിരിക്കണമെന്നാണ് അബ്കാരി നിയമത്തിൽ പറയുന്നത്. അടുത്ത ചോദ്യം, ചാരായ നിർമ്മാണം പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ വകുപ്പാണ് ഏതാണ്? സെക്ഷൻ 8-ൽ 1. അപ്പോൾ ചാരായ നിയമം ചാരായത്തിൻ്റെ നിർമ്മാണം പാടില്ലെന്ന് പറയുന്ന വകുപ്പ് 8-ൽ 1. ചാരായത്തിൻ്റെ നിർമ്മാണം പാടില്ലെന്ന് പറയുന്ന വകുപ്പ് ഏതാണ്ടാ? സെക്ഷൻ 8-ൽ 1. ചാരായത്തിൻ്റെ നിർമ്മാണം പാടില്ല എന്ന് പറയുന്ന വകുപ്പ് നമുക്ക് പെട്ടെന്ന് ഏത് കിട്ടും? സെക്ഷൻ 8-ൽ 1. 8-ൽ 1 ചാരായത്തിൻ്റെ നിർമ്മാണം പാടില്ല. അടുത്ത ചോദ്യം, കറുപ്പിന് നിർവചനം നൽകിയിട്ടുള്ള NDPS നിയമത്തിലെ വകുപ്പ് 2 ക്ലോസ് 15 ആണ്. കറുപ്പിന് നിർവചനം 2 ക്ലോസ് 15 നമ്മൾ നേരത്തെ പറഞ്ഞാണ്. കറുപ്പിന് നിർവചനം നൽകിയിരിക്കുന്ന NDPS വകുപ്പ് 2 ക്ലോസ് 15. കറുപ്പിന് നിർവചനം നൽകിയിട്ടുള്ള NDPS നിയമത്തിലെ വകുപ്പ് 2 ക്ലോസ് 15. കറുപ്പിന് നിർവചനം നൽകിയിട്ടുള്ള NDPS നിയമത്തിലെ വകുപ്പ് 2 ക്ലോസ് 15. കറുപ്പിന് നിർവചനം നൽകിയിട്ടുള്ള NDPS നിയമത്തിലെ വകുപ്പ് 2 ക്ലോസ് 15. കറുപ്പിന് നിർവചനം നൽകിയിട്ടുള്ള NDPS നിയമത്തിലെ വകുപ്പ് സെക്ഷൻ 2 ക്ലോസ് 15. അടുത്ത ചോദ്യം, ഇൻഡസ്ട്രിയൽ ആവശ്യങ്ങൾക്കായി പൊതുവെ ഉപയോഗിക്കുന്നത് ഏത് തരം സ്പിരിറ്റാണ്? ഡീനാച്ചുറഡ് സ്പിരിറ്റാണ്. ഇപ്പോൾ ഇൻഡസ്ട്രിയൽ ആവശ്യങ്ങൾക്കായി പൊതുവെ ഉപയോഗിക്കുന്ന സ്പിരിറ്റ് ഏതാണ്? ഡീനാച്ചുറഡ് സ്പിരിറ്റാണ്. ഇൻഡസ്ട്രിയൽ ഉപയോഗങ്ങൾക്കായി പൊതുവെ ഉപയോഗിക്കുന്ന സ്പിരിറ്റ് ഏതാണ്? ഡീനാച്ചുറഡ് സ്പിരിറ്റാണ്. അടുത്ത ചോദ്യം, അബ്കാരി നിയമത്തിൽ പ്രതിപാദിക്കുന്ന കുറ്റകൃത്യത്തിൽ ഉൾപ്പെടുന്നതായ വ്യക്തി തെറ്റായ പേരും വിലാസവും നമ്മൾ പറഞ്ഞു നൽകിയാൽ ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ അധികാരം നൽകുന്ന വകുപ്പ് സെക്ഷൻ 35 ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അബ്കാരി നിയമത്തിൽ പ്രതിപാദിക്കുന്ന കുറ്റകൃത്യത്തിൽ ഒരു വ്യക്തി ഉൾപ്പെട്ടു, അപ്പോൾ അയാൾ ചോദിക്കുമ്പോൾ തെറ്റായ പേരും വിലാസവുമാണ് നൽകുന്നതെങ്കിൽ ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ അധികാരം നൽകുന്ന വകുപ്പ് ഏതാണ്ടാ? സെക്ഷൻ 35 ആണ്. സെക്ഷൻ 35 ആണ്. അടുത്ത ചോദ്യം, ഒരു അബ്കാരി ഓഫീസറെ അയാളുടെ കൃത്യനിർവഹണത്തിന് തടസ്സം വരുത്തുന്ന രീതിയിൽ പെരുമാറിയാൽ തടസ്സം വരുത്തിയ വ്യക്തിയെ വാറൻറ്റോ അറസ്റ്റിനുള്ള ഓർഡറോ ഇല്ലാതെ തന്നെ അറസ്റ്റ് ചെയ്യാവുന്നതാണ് എന്ന് വിശദമാക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് സെക്ഷൻ 33 ആണ്. ഒരു അബ്കാരി ഓഫീസർ അയാളുടെ ഒരു കൃത്യനിർവഹണത്തിന് തടസ്സം വരുത്തുന്ന രീതിയിൽ വേറൊരാൾ പെരുമാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ തടസ്സം വരുത്തിയ വ്യക്തിയെ വാറൻറ്റോ അറസ്റ്റിനുള്ള ഓർഡറോ ഇല്ലാതെ തന്നെ അറസ്റ്റ് ചെയ്യാൻ കഴിയുമെന്ന് പറയുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? അതാണ് സെക്ഷൻ 33. അപ്പോൾ നമ്മുടെ ഒരു അബ്കാരി ഓഫീസറെ അയാളുടെ കൃത്യനിർവഹണത്തിന് തടസ്സം വരുത്തുന്ന രീതിയിൽ പെരുമാറിയാൽ തടസ്സം വരുത്തിയ വ്യക്തിയെ വാറൻറ്റോ അറസ്റ്റിനുള്ള ഓർഡറോ ഇല്ലാതെ തന്നെ അറസ്റ്റ് ചെയ്യാവുന്നതാണ് എന്ന് പറയുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 33 ആണ്. സെക്ഷൻ 33 ആണ്. അടുത്ത്, അബ്കാരി ഓഫീസർമാരുടെ അധികാരങ്ങളും കടമകളും വിശദമാക്കുന്ന അധ്യായം നമ്മൾ നേരത്തെ പറഞ്ഞു ഏതാണ്? അധ്യായം 8 ആണ്. അപ്പോൾ 5, 1, 6, 1, 7, 1, 8. അപ്പോൾ അബ്കാരി ഓഫീസർമാരുടെ അധികാരങ്ങളും കടമകളും വിശദമാക്കുന്ന അധ്യായം ഏതാണ്ടാ? അധ്യായം 8 ആണ്.
അബ്കാരി ഓഫീസർമാരുടെ അധികാരങ്ങളും കടമകളും വിശദമാക്കുന്ന അധ്യായം 8. അബ്കാരി ഓഫീസർമാരുടെ അധികാരങ്ങളും കടമകളും വിശദമാക്കുന്ന അധ്യായം ഏതാണ്? അധ്യായം 8. അടുത്ത ചോദ്യം, പൊതുസ്ഥലങ്ങളിലെ മദ്യപാനം നിരോധിച്ചിരിക്കുന്ന വകുപ്പ്. നേരത്തെ പറഞ്ഞ അതേ ചോദ്യം എന്താണ്? 15C. പൊതുസ്ഥലങ്ങളിലെ മദ്യപാനം നിരോധിച്ചിരിക്കുന്ന വകുപ്പ് 15C. അപ്പോൾ പബ്ലിക് സ്പോക്കിംഗ് ഏതാണ്? അത് താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ പൊതുസ്ഥലങ്ങളിൽ മദ്യപാനം നിരോധിച്ചിരിക്കുന്ന വകുപ്പ് ഏതാണ്? 15C ആണ്. അപ്പോൾ പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിക്കുന്ന വകുപ്പ് അതേതാണ്? അത് താഴെ കമൻറ്റ് ചെയ്യണം. അതേപോലെ തന്നെ പൊതുസ്ഥലങ്ങളിൽ പുകവലിച്ച് കഴിഞ്ഞാൽ എത്ര രൂപ പിഴയായിട്ട് കിട്ടും? ആ പിഴയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന പറയുന്ന സെക്ഷൻ ഏതാണ്? അതും കൂടി താഴെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ പൊതുസ്ഥലങ്ങളിലെ മദ്യപാനം നിരോധിച്ചിരിക്കുന്ന വകുപ്പ് 15C ആണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ എന്താണ്? പൊതുസ്ഥലങ്ങളിൽ മദ്യപാനം നിരോധിക്കുന്ന വകുപ്പ് അത് താഴെ കമൻറ്റ് ചെയ്യണം. പൊതുസ്ഥലങ്ങളിൽ മദ്യപിച്ചാൽ ലഭിക്കുന്ന ശിക്ഷ എന്താണ്? അത് താഴെ കമൻറ്റ് ചെയ്യണം. അതേപോലെ എന്താണ് ഈ ശിക്ഷയെക്കുറിച്ച് പറയുന്ന വകുപ്പ് ഏതാണെന്നും കൂടി താഴെ കമൻറ്റ് ചെയ്യണം. ഓക്കെ, അടുത്ത ചോദ്യം, അബ്കാരി നിയമത്തിൽ ലൈസൻസ് റദ്ദാക്കാനോ തിരിച്ചു വിളിക്കുവാനോ ഉള്ള കാരണങ്ങൾ വ്യക്തമാക്കുന്ന വകുപ്പ്. സെക്ഷൻ 26 ആണ്. അപ്പോൾ അബ്കാരി നിയമത്തിൽ ലൈസൻസ് റദ്ദാക്കാനോ തിരിച്ചു വിളിക്കാനോ ഉള്ള കാരണങ്ങൾ വ്യക്തമാക്കുന്ന വകുപ്പ് സെക്ഷൻ 26. ചിലർ താഴെ കമൻറ്റ് വരും, ഇതൊക്കെ ഏത് സെക്ഷൻസാണെന്നൊക്കെ ചോദിക്കും. അത് നമ്മുടെ ലക്ഷ്യയിൽ ഉള്ള ആ ഒരു നമ്മുടെ ലക്ഷ്യ ടെക്സ്റ്റിൽ പണ്ടത്തെ ടെക്സ്റ്റിൽ ഇതൊന്നും ഇല്ല. അപ്പോൾ നമ്മുടെ നമ്മുടെ ടാലൻറ്റ് ടെക്സ്റ്റിലൊക്കെ നമ്മുടെ ഈ സെക്ഷൻസൊക്കെ ഉണ്ട്. ലക്ഷ്യയുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വെർഷൻസിലും കുറവാണ്. അപ്പോൾ നമ്മൾ ഈ പല സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്ന ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ അബ്കാരി നിയമത്തിൽ ലൈസൻസ് റദ്ദാക്കാനോ തിരിച്ചു വിളിക്കുവാനോ ഉള്ള കാരണങ്ങൾ വ്യക്തമാക്കുന്ന വകുപ്പാണ് സെക്ഷൻ 26. അപ്പോൾ അബ്കാരി നിയമത്തിൽ ലൈസൻസ് റദ്ദാക്കാനോ തിരിച്ചു വിളിക്കുവാനോ ഉള്ള കാരണങ്ങൾ വ്യക്തമാക്കുന്ന വകുപ്പ് ഏതാണ്ടാ? അതാണ് സെക്ഷൻ 26. ഈ വീഡിയോ നമ്മൾ പകുതി കട്ട് ചെയ്തിട്ടൊന്നും അല്ല റെക്കോർഡ് ചെയ്യുന്നത്, ലൈവായിട്ടിരുന്നാണ്. ഈ ഒരു മണിക്കൂറാണെങ്കിൽ 1 മണിക്കൂർ, എത്ര മണിക്കൂർ പോകുന്ന അറിഞ്ഞൂടാ, 1 മണിക്കൂറെങ്കിൽ 1 മണിക്കൂർ നമ്മൾ ലൈവായിട്ടുള്ള പരിപാടിയാണ് ചെയ്യുന്നത്. വീഡിയോ ലൈവാണെന്ന് ചോദിച്ചാൽ ലൈവല്ല, പക്ഷേ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ലൈവാണ്. മനസ്സിലായല്ലോ? അപ്പോൾ അബ്കാരി നിയമത്തിൽ ലൈസൻസ് റദ്ദാക്കാനോ തിരിച്ചു വിളിക്കുവാനോ ഉള്ള കാരണങ്ങൾ വ്യക്തമാക്കുന്ന വകുപ്പ് ഏതാണ്? നമ്മുടെ സെക്ഷൻ 26. സെക്ഷൻ 26 ആണ്. അടുത്ത ചോദ്യം, ലൈസൻസ് ഇല്ലാതെ മദ്യം നിർമ്മിക്കുന്നത് നിരോധിക്കുന്ന വകുപ്പ് സെക്ഷൻ 12 ആണ്. അപ്പോൾ ലൈസൻസ് ഇല്ലാതെ മദ്യം നിർമ്മിക്കുന്നത് നിരോധിച്ചിരിക്കുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? സെക്ഷൻ 12 പ്രകാരമാണ്. അപ്പോൾ ലൈസൻസ് ഇല്ലാതെ മദ്യം നിർമ്മിക്കുന്നത് നിരോധിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 12 ആണ്. അപ്പോൾ ലൈസൻസ് ഇല്ലാതെ മദ്യം നിർമ്മിക്കുന്നത് നിരോധിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 12 ആണ്. അടുത്ത്, ചാരായ നിർമ്മാണം നിരോധിക്കുന്ന വകുപ്പ്. നമ്മൾ പറയാറുള്ള ഏതാണ്? 8-1. ചാരായ നിർമ്മാണം നിരോധിക്കുന്ന വകുപ്പ് 8-1. ബോണ്ടഡ് വെയർഹൗസിനെ കുറിച്ച് നിർവചിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് സെക്ഷൻ 3 ക്ലോസ് 2B ആണ്. അപ്പോൾ ബോണ്ടഡ് വെയർഹൗസ് 3(2)B നമ്മളിതൊക്കെ മുമ്പ് പറഞ്ഞ് പഠിച്ചാണ്. അപ്പോൾ ബോണ്ടഡ് വെയർഹൗസിനെ കുറിച്ച് പറയുന്ന വകുപ്പ് 3(2)B. ബോണ്ടഡ് വെയർഹൗസ് 3(2)B. ബോണ്ടഡ് വെയർഹൗസ് 3(2)B. ബോണ്ടഡ് വെയർഹൗസ് 3(2)B ആണ്. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. അടുത്ത്, പൊതുസ്ഥലങ്ങളിൽ പുകവലിച്ചാൽ പിഴ എത്രയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്? 200 രൂപയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, കമൻറ്റ് പറഞ്ഞ ഉത്തരം ഇവിടെ തന്നെയുണ്ട്. പൊതുസ്ഥലങ്ങളിൽ പുകവലിച്ചാൽ പിഴ എത്രയാണ്? 200 രൂപയാണ്. പൊതുസ്ഥലങ്ങളിൽ പുകവലിച്ചാൽ പിഴ എത്രയാണ്ട? 200 രൂപയാണ് പൊതുസ്ഥലങ്ങളിൽ പുകവലിച്ചാൽ പിഴ ചുമത്തുന്നത്. അടുത്ത്, അനുമതിയില്ലാതെ കറുപ്പ് കൃഷി ചെയ്യുന്നത് നിരോധിച്ചിട്ടുള്ള NDPS നിയമത്തിലെ വകുപ്പ് സെക്ഷൻ 8 ആണ്. അപ്പോൾ അനുമതിയില്ലാതെ കറുപ്പ് കൃഷി ചെയ്യുന്നത് നിരോധിക്കുന്ന NDPS നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 8 ആണ്. അപ്പോൾ അനുമതിയില്ലാതെ കറുപ്പ് കൃഷി ചെയ്യുന്നത് നിരോധിക്കുന്ന MDPS നിയമത്തിലെ വകുപ്പ് സെക്ഷൻ 8. അനുമതിയില്ലാതെ കറുപ്പ് കൃഷി ചെയ്യുന്നത് നിരോധിക്കുന്ന NDPS നിയമത്തിലെ വകുപ്പ് സെക്ഷൻ 8 ആണ്. അപ്പോൾ അനുമതിയില്ലാതെ കറുപ്പ് കൃഷി ചെയ്യുന്നത് നിരോധിച്ചിട്ടുള്ള NDPS നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 8 ആണ്. സെക്ഷൻ 8 ആണ്. അടുത്ത ചോദ്യം, ഇത് നമ്മൾ പറഞ്ഞതാണ്. FL1 ലൈസൻസ് അനുവദിക്കാൻ അധികാരപ്പെട്ട ഉദ്യോഗസ്ഥൻ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറാണ്. അപ്പോൾ FL1 ലൈസൻസ് അനുവദിക്കാൻ അധികാരപ്പെട്ട ഉദ്യോഗസ്ഥനാരാണ്? ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർക്കാണ് FL1 ലൈസൻസ് അനുവദിക്കാൻ അധികാരപ്പെട്ട ഉദ്യോഗസ്ഥനെന്ന് പറയുന്നത്.
ഇത് നമ്മൾ പറഞ്ഞ ചോദ്യമാണ്. എന്താണ്? കേരള സംസ്ഥാന ലഹരി വർജ്ജന മിഷന് കീഴിലുള്ള സംസ്ഥാന സമിതികൾ എത്ര മാസം കൂടുമ്പോഴാണ് പ്രവർത്തനങ്ങൾ വിലയിരുത്തേണ്ടത്? 3 മാസം കൂടുമ്പോഴാണ് പ്രവർത്തനങ്ങൾ വിലയിരുത്തേണ്ടത്. അടുത്ത് ഇത് നമ്മൾ പറഞ്ഞതാണ്. അബ്കാരി ഓഫീസർ എന്നാൽ അബ്കാരി നിയമം വകുപ്പ് 4D പ്രകാരമുള്ള ഉദ്യോഗസ്ഥനാണ് എന്ന് വിശദമാക്കുന്ന വകുപ്പ്. സെക്ഷൻ 3 ക്ലോസ് 6 ആണ്. അപ്പോൾ അബ്കാരി ഓഫീസർ എന്നാൽ ഈ ചോദ്യം നോക്കി വെച്ച് ചെയ്യുക, കാരണം പല രീതിയിൽ ഇത് ചോദിക്കാം. 4D വെച്ച് ചോദിക്കാം, 3, 6, അപ്പോൾ പല പല മാറ്റങ്ങൾ ഇതിന് സംഭവിക്കും. അപ്പോൾ അബ്കാരി ഓഫീസർ എന്നാൽ അബ്കാരി നിയമ വകുപ്പ് 4D പ്രകാരമുള്ള ഉദ്യോഗസ്ഥനാണ് എന്ന് വിശദമാക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 3 ക്ലോസ് 6 ആണ്. അടുത്ത് അബ്കാരി റവന്യൂ നിർവചിച്ചിരിക്കുന്ന വകുപ്പ് 3 ക്ലോസ് 1 ആണ്. അപ്പോൾ അബ്കാരി റവന്യൂ എന്ന് പറയുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 3 ക്ലോസ് 1 ആണ്. അപ്പോൾ അബ്കാരി റവന്യൂവിന് നിർവചനം നൽകുന്ന വകുപ്പ് ഏതാണ്ട? സെക്ഷൻ 3 ക്ലോസ് 1 ആണ്. അപ്പോൾ ഒന്നുകൂടി പറയാം, അബ്കാരി റവന്യൂവിന് നിർവചിച്ചിരിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 3 ക്ലോസ് 1 ആണ്. അപ്പോൾ അബ്കാരി റവന്യൂ എന്നതിന് നിർവചനം നൽകുന്ന വകുപ്പ് സെക്ഷൻ 3 ക്ലോസ് 1 ആണ്. അപ്പോൾ അബ്കാരി റവന്യൂ എന്നതിന് നിർവചനം നൽകുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 3 ക്ലോസ് 1. അബ്കാരി റവന്യൂവിന് നിർവചനം നൽകിയിരിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 3 ക്ലോസ് 1 ആണ്. അബ്കാരി റവന്യൂ സെക്ഷൻ 3 ക്ലോസ് 1 ആണ്. അടുത്ത് അബ്കാരി ആക്ട് 1 ഓഫ് 1077 എവിടെയാണ് നിലനിൽക്കുന്നത്? ഇന്ത്യ മുഴുവനുമാണോ? എവിടെയാണുള്ളത്? നമ്മുടെ കേരളം മുഴുവനാണ്. അപ്പോൾ അബ്കാരി ആക്ട് 1 ഓഫ് 1077 എവിടെ നിലനിൽക്കുന്നു? കേരളത്തിൽ മുഴുവനായിട്ട് ഇത് നിലനിൽക്കുന്നു. എവിടെ നിലനിൽക്കുന്നു? കേരളത്തിൽ മുഴുവനായിട്ട് ഇത് നിലനിൽക്കുന്നു. അടുത്ത് അനുമതിയില്ലാതെ കറുപ്പ് കൃഷി ചെയ്യുന്നത് നമ്മൾ പറഞ്ഞ ഏതാണ്? സെക്ഷൻ 8 ആണ്. അപ്പോൾ അനുമതിയില്ലാതെ കറുപ്പ് കൃഷി ചെയ്യുന്നത് നിരോധിക്കുന്ന NDPS നിയമത്തിലെ വകുപ്പ് സെക്ഷൻ 8. അടുത്ത് കസ്റ്റംസ്, പോലീസ്, ലാൻഡ് റവന്യൂ തുടങ്ങിയ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് അബ്കാരി ഓഫീസർമാരെ അസിസ്റ്റ് ചെയ്യാൻ നിയമപരമായ ബാധ്യതയുണ്ടെന്ന് വിശദമാക്കുന്ന വകുപ്പ് സെക്ഷൻ 37 ആണ്. അപ്പോൾ അബ്കാരി കസ്റ്റംസ്, പോലീസ്, ലാൻഡ് റവന്യൂ തുടങ്ങിയ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് അബ്കാരി ഓഫീസർമാരെ അസിസ്റ്റ് ചെയ്യാൻ നിയമപരമായ ബാധ്യതയുണ്ടെന്ന് വിശദമാക്കുന്ന വകുപ്പ് സെക്ഷൻ 37 ആണ്. അപ്പോൾ കസ്റ്റംസ്, പോലീസ്, ലാൻഡ് റവന്യൂ തുടങ്ങിയ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് അബ്കാരി ഓഫീസർമാരെ അസിസ്റ്റ് ചെയ്യാൻ നിയമപരമായ ബാധ്യതയുണ്ടെന്ന് വിശദമാക്കുന്ന വകുപ്പ് സെക്ഷൻ 37 ആണ്. അടുത്ത ചോദ്യം, അബ്കാരി നിയമത്തിലെ 34-ാം വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിക്ക് അറസ്റ്റിൻ്റെ കാരണങ്ങൾ വിശദീകരിച്ചു കൊടുക്കണമെന്ന് നിർദ്ദേശിക്കുന്ന വകുപ്പ് ഏത് വകുപ്പാണ്? സെക്ഷൻ 40 ആണ്. അപ്പോൾ നമ്മുടെ അബ്കാരി നിയമത്തിലെ 34-ാം വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു വ്യക്തിക്ക് അറസ്റ്റിൻ്റെ കാരണങ്ങൾ വിശദീകരിച്ചു കൊടുക്കണമെന്ന് പറയുന്ന വകുപ്പ് ഏതാണ്ട? സെക്ഷൻ 40 ആണ്. അപ്പോൾ നമ്മുടെ 34-ാം വകുപ്പ് പ്രകാരം, അബ്കാരി നിയമത്തിലെ 34-ാം വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിക്ക് അറസ്റ്റിൻ്റെ കാരണങ്ങൾ വിശദീകരിച്ചു കൊടുക്കണമെന്ന് നിർദ്ദേശിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 40 ആണ്. സെക്ഷൻ 40 ആണ്. അടുത്ത് മെഡിക്കൽ ആൻഡ് ടോയ്ലറ്ററി ആവശ്യത്തിനുള്ള സാധനങ്ങൾ നിർമ്മിക്കുന്നതിനായി ഉപയോഗിക്കുന്ന സ്പിരിറ്റ് അത് റെക്ടിഫൈഡ് സ്പിരിറ്റാണ്. ചാടിക്കേറി ഡീനാച്ചുറേഡ് സ്പിരിറ്റ് അടിച്ചു കളയരുത്. അപ്പോൾ മെഡിക്കൽ ആൻഡ് ടോയ്ലറ്ററി ആവശ്യത്തിനുള്ള സാധനങ്ങൾ നിർമ്മിക്കുന്നതിനായി ഉപയോഗിക്കുന്ന സ്പിരിറ്റ് ഏതാണ്ടാ? അതാണ് റെക്ടിഫൈഡ് സ്പിരിറ്റ്. അപ്പോൾ മെഡിക്കൽ ആൻഡ് ടോയ്ലറ്ററി ആവശ്യത്തിനുള്ള സാധനങ്ങൾ നിർമ്മിക്കുന്നതിനായി ഉപയോഗിക്കുന്ന സ്പിരിറ്റ് ഏതാണ്? റെക്ടിഫൈഡ് സ്പിരിറ്റ്. റെക്ടിഫൈഡ് സ്പിരിറ്റാണ്. അപ്പോൾ മെഡിക്കൽ ആൻഡ് ടോയ്ലറ്ററി ആവശ്യത്തിനുള്ള സാധനങ്ങൾ നിർമ്മിക്കുന്നതിനായി ഉപയോഗിക്കുന്ന സ്പിരിറ്റ് ഏതാണ്? റെക്ടിഫൈഡ് സ്പിരിറ്റാണ്. റെക്ടിഫൈഡ് സ്പിരിറ്റ്. അടുത്ത് കേരളത്തിൽ ചാരായ ഷോപ്പുകൾ അടച്ചുപൂട്ടാനുള്ള ഉത്തരവിറങ്ങിയത് എപ്പോഴാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു 1995 ഡിസംബർ 20-നാണ്. അപ്പോൾ കേരളത്തിൽ ചാരായ ഷോപ്പുകൾ അടച്ചുപൂട്ടാനുള്ള ഉത്തരവിറങ്ങിയെന്നാണ് 1995 ഡിസംബർ 20-നാണ്. അപ്പോൾ കേരളത്തിൽ ചാരായ ഷോപ്പുകൾ അടച്ചുപൂട്ടാനുള്ള ഉത്തരവ് 1995 ഡിസംബർ 20 മുതൽ വന്നു. കേരളത്തിൽ ചാരായ ഷോപ്പുകൾ അടച്ചുപൂട്ടാനുള്ള ഉത്തരവെന്ന് വന്നു 1995 ഡിസംബർ 20 മുതൽ വന്നു. അടുത്ത് കേരളത്തിൽ പൂർണ്ണമായ ചാരായ നിരോധനം നിലവിൽ വന്നത് അത് 1996 ഏപ്രിൽ 1 അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ കേരളത്തിൽ പൂർണ്ണമായ ചാരായ നിരോധനം എന്ന് മുതൽ വന്നു? 1996 ഏപ്രിൽ 1 മുതൽ വന്നു.
പൂർണ്ണമായിട്ടെന്ന് വന്നു 1996 ഏപ്രിൽ 1 മുതൽ കേരളത്തിൽ പൂർണ്ണമായ ചാരായ നിരോധനം നിലവിൽ വന്നു. നമ്മൾ പറഞ്ഞു അബ്കാരി ആക്ട് 1 ഓഫ് 1977 എവിടെയാണ് നിലനിൽക്കുന്നത്? കേരള മുഴുവൻ നിലനിൽക്കുന്നു. അബ്കാരി റവന്യൂ നിർവചിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 3-ൽ 1. അബ്കാരി ഓഫീസർ എന്നാൽ അബ്കാരി നിയമം വകുപ്പ് 4D പ്രകാരമുള്ള ഉദ്യോഗസ്ഥനാണ് എന്ന് വിശദമാക്കുന്ന വകുപ്പ്. സെക്ഷൻ 3 ക്ലോസ് 6. അടുത്ത് അബ്കാരി നിയമത്തിൽ മദ്യ ഇറക്കുമതിയെക്കുറിച്ച് വിവരിക്കുന്ന അധ്യായം. ഏത് അധ്യായമാണ്? അധ്യായം 3. അപ്പോൾ മദ്യ ഇറക്കുമതിയെക്കുറിച്ച് പറയുന്ന അബ്കാരി നിയമത്തിലെ അധ്യായം ഏതാണ്? അധ്യായം 3. അബ്കാരി നിയമത്തിൽ മദ്യ ഇറക്കുമതിയെക്കുറിച്ച് വിവരിക്കുന്ന അധ്യായം ഏതാണ്? അധ്യായം 3. അപ്പോൾ അബ്കാരി നിയമത്തിൽ മദ്യ ഇറക്കുമതിയെക്കുറിച്ച് വിവരിക്കുന്ന അധ്യായം ഏതാണ്? അധ്യായം 3. അടുത്ത് അബ്കാരി നിയമത്തിലെ 30 മുതൽ 54A വരെയുള്ള വകുപ്പുകൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അബ്കാരി ഉദ്യോഗസ്ഥരുടെ അധികാരങ്ങളും ചുമതലകളും. അപ്പോൾ അബ്കാരി നിയമത്തിലെ 30 മുതൽ 54A വരെയുള്ള വകുപ്പുകൾ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അബ്കാരി ഉദ്യോഗസ്ഥരുടെ അധികാരങ്ങളും ചുമതലകളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഒന്നുകൂടി പറയാം. അബ്കാരി നിയമത്തിലെ 30 മുതൽ 54A വരെയുള്ള വകുപ്പുകൾ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അബ്കാരി ഉദ്യോഗസ്ഥരുടെ അധികാരങ്ങളും ചുമതലകളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ചോദ്യം, അബ്കാരി നിയമത്തിലെ 7-ാം വകുപ്പ് നമ്മൾ പറഞ്ഞ എന്താണ്? മദ്യത്തിൻ്റെ കയറ്റുമതി. അപ്പോൾ 6-ാം വകുപ്പ് എന്താണ്? മദ്യത്തിൻ്റെ ഇറക്കുമതി. 7-ാം വകുപ്പ് മദ്യത്തിൻ്റെ കയറ്റുമതിയാണെങ്കിൽ എന്താണ്? 6-ാം വകുപ്പ് മദ്യത്തിൻ്റെ ഇറക്കുമതിക്കുള്ള അനുമതിയാണ്. അടുത്ത് പൊതുസ്ഥലത്തെ മദ്യപാന നിരോധനം. അബ്കാരി ആക്ട് 15C. പൊതുസ്ഥലത്തെ മദ്യപാന നിരോധനം പറയുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്ട? സെക്ഷൻ 15C. പൊതുസ്ഥലത്തെ മദ്യപാന നിരോധനം 15C. അടുത്ത് ചാരായത്തിന് നിർവചനം നൽകിയിരിക്കുന്ന വകുപ്പ് 3 ക്ലോസ് 6. ചാരായത്തിന് നിർവചനം 3 ക്ലോസ് 6. 3 ക്ലോസ് 6 ചാരായം. 3 ക്ലോസ് 6 ചാരായം. 3 ക്ലോസ് 6 ചാരായം. ചാരായത്തിന് നിർവചനം നൽകിയിരിക്കുന്ന വകുപ്പ് 3 ക്ലോസ് 6. ചാരായത്തിന് നിർവചനം നൽകിയിരിക്കുന്ന വകുപ്പ് 3 ക്ലോസ് 6. അടുത്ത് വിമുക്തിയുടെ പ്രധാന ലക്ഷ്യം എന്താണ്? ലഹരി വിമുക്ത കേരളമാണ്. അപ്പോൾ വിമുക്തിയുടെ പ്രധാന ലക്ഷ്യം എന്താണ്? ലഹരി വിമുക്ത കേരളം. വിമുക്തിയുടെ പ്രധാന ലക്ഷ്യം എന്താണ്ട? ലഹരി വിമുക്ത കേരളമാണ് വിമുക്തിയുടെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത്. വിമുക്തി മിഷനുമായി ബന്ധപ്പെട്ട 2014 ഓർഡർ പ്രകാരം മിഷൻ്റെ ബ്രാൻഡ് അംബാസഡറാണ് നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കറാണ്. സച്ചിൻ ടെണ്ടുൽക്കറാണ് വിമുക്തി മിഷൻ്റെ ബ്രാൻഡ് അംബാസഡറായി പ്രഖ്യാപിച്ചത്. മനസ്സിലായ? സച്ചിൻ ടെണ്ടുൽക്കറാണ് നമ്മുടെ വിമുക്തിയുടെ ബ്രാൻഡ് അംബാസഡറായിട്ട് 2014 പ്രഖ്യാപിച്ചത്. അടുത്ത് അബ്കാരി കേസിൽ സാക്ഷിയായി ഹാജരായ ഒരാൾ അബ്കാരി കേസിൽ സാക്ഷിയായ ഒരാൾ രേഖകൾ ഹാജരാക്കി തെളിവ് നൽകുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? സെക്ഷൻ 45 പ്രകാരമാണ്. അപ്പോൾ അബ്കാരി കേസിൽ സാക്ഷിയായ ഒരാൾ രേഖകൾ ഹാജരാക്കി തെളിവ് നൽകുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? സെക്ഷൻ 45 പ്രകാരമാണ്. അപ്പോൾ അബ്കാരി കേസിൽ സാക്ഷിയായ ഒരാൾ രേഖകൾ ഹാജരാക്കി തെളിവ് നൽകുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? സെക്ഷൻ 45 പ്രകാരമാണ്. അടുത്ത് ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂൾസ് നിലവിൽ വന്ന വർഷം 1968. ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂൾസ് നിലവിൽ വന്നതെന്നാണ്? 1968. ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂൾസ് എന്ന് വന്നു? 1968 നിലവിൽ വന്നു. കനാബിസ് സ്റ്റഡി കൈവശം വയ്ക്കുന്നത് കുറ്റകരമാണ് എന്ന് വിശദീകരിക്കുന്ന NDPS നിയമത്തിലെ വകുപ്പ് സെക്ഷൻ 20. കനാബിസ് സ്റ്റഡി കൈവശം വയ്ക്കുന്നത് കുറ്റകരമാണ് എന്ന് വിശദീകരിച്ചിട്ടുള്ള NDPS നിയമത്തിലെ വകുപ്പ് സെക്ഷൻ 20. കനാബിസ് സ്റ്റഡി കൈവശം വയ്ക്കുന്നത് കുറ്റകരമാണ് എന്ന് വിശദീകരിക്കുന്ന NDPS നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 20. അടുത്ത് കനാബിസ് സ്റ്റഡി കൃഷി ചെയ്താൽ ശിക്ഷ 10 വർഷം വരെ നീളാവുന്ന കഠിന തടവും 1 ലക്ഷം രൂപ വരെ പിഴയും കിട്ടും. അപ്പോൾ ഒരു കനാബിസ് സ്റ്റഡി കൃഷി ചെയ്താൽ ശിക്ഷ എന്ത് കിട്ടും? 10 വർഷം വരെയുള്ള തടവ് ശിക്ഷയും നീളാവുന്ന കഠിന തടവും 1 ലക്ഷം രൂപ വരെ പിഴയും കിട്ടും. അടുത്ത് നിർമ്മിക്കപ്പെട്ട മയക്കുമരുന്ന് വാങ്ങുന്നതോ വിൽക്കുന്നതോ കുറ്റകരമാണ് എന്ന് വിശദീകരിക്കുന്ന NDPS നിയമത്തിലെ വകുപ്പ് സെക്ഷൻ 21. അപ്പോൾ നിർമ്മിക്കപ്പെട്ട മയക്കുമരുന്ന് വാങ്ങുന്നതോ വിൽക്കുന്നതോ കുറ്റകരമാണ് എന്ന് വിശദീകരിക്കുന്ന NDPS നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 21. നിർമ്മിക്കപ്പെട്ട മയക്കുമരുന്ന് വാങ്ങുന്നതോ വിൽക്കുന്നതോ കുറ്റകരമാണ് എന്ന് വിശദീകരിക്കുന്ന NDPS നിയമത്തിലെ വകുപ്പ് സെക്ഷൻ 21. അടുത്ത്
സൈക്കോട്രോപിക് വസ്തുക്കളുമായി ബന്ധപ്പെട്ട നിയമലംഘനം നടക്കുന്നത് ചെറിയ അളവിനും വാണിജ്യ അളവിനും ഇടയിലാണെങ്കിൽ പിഴ എത്രയാണ്? 1,00,000 രൂപ വരെയാണ് പിഴയായിട്ട് ലഭിക്കുന്നത്. അപ്പോൾ സൈക്കോട്രോപിക് വസ്തുക്കളുമായി ബന്ധപ്പെട്ട നിയമലംഘനം നടക്കുന്നത് ചെറിയ അളവിനും വാണിജ്യ അളവിനും ഇടയിലാണെങ്കിൽ പിഴ എത്ര രൂപ വരെയാണ്? 1,00,000 രൂപ വരെയാണ് പിഴ ലഭിക്കുന്നത്. അടുത്ത്, പഞ്ചസാരയുടെ ക്രിസ്റ്റലൈസേഷന് ശേഷം കിട്ടുന്ന മൊളാസസിൻ്റെ നിറം എന്ത് നിറമാണ്? ഡാർക്ക് ബ്രൗൺ ആണ്. മാറിപ്പോയി. പഞ്ചസാരയുടെ ക്രിസ്റ്റലൈസേഷന് ശേഷം കിട്ടുന്ന മൊളാസസിൻ്റെ നിറം എന്താണ്? ഡാർക്ക് ബ്രൗൺ ആണ്. അടുത്ത്, നാച്ചുറൽ വൈനിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കഹോളിൻ്റെ അളവ് 8 മുതൽ 12% വരെയാണ്. അപ്പോൾ നാച്ചുറൽ വൈനിൽ അടങ്ങിയിരിക്കുന്ന മൊളാസസിൻ്റെ അളവ് എത്രയാണ്? ആൽക്കഹോളിൻ്റെ അളവ് എത്രയാണ്? 8 മുതൽ 12% വരെയാണ്. അപ്പോൾ നാച്ചുറൽ വൈനിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കഹോളിൻ്റെ അളവ് എത്രയാണ്? 8 മുതൽ 12% വരെയാണ്. അടുത്ത്, CH2OH എന്താണ്? മെഥനോളാണ്. മീഥൈൽ ആൽക്കഹോളിനെയാണ് CH2OH അല്ലെങ്കിൽ മെഥനോൾ എന്ന് പറയുന്നത്. CH2OH മീഥൈൽ ആൽക്കഹോൾ അല്ലെങ്കിൽ മെഥനോളാണ്. ഒന്നുകൂടി പറയാം, CH2OH എന്താണ്? മീഥൈൽ ആൽക്കഹോൾ അല്ലെങ്കിൽ നമ്മൾ മെഥനോൾ എന്ന് പറയും. അടുത്ത്, ഷാമ്പെയിനിൽ അടങ്ങിയിട്ടുള്ള ആൽക്കഹോളിൻ്റെ അളവ് 20 മുതൽ 22% വരെയാണ് ബൈ വോളിയമാണ്. അപ്പോൾ ഷാമ്പെയിനിൽ അടങ്ങിയിട്ടുള്ള ആൽക്കഹോളിൻ്റെ അളവ് എത്രയാണ്? 20 മുതൽ 22% വരെയാണ്. ഷാമ്പെയിനിൽ അടങ്ങിയിട്ടുള്ള മദ്യത്തിൻ്റെ ആൽക്കഹോളിൻ്റെ അളവ് 20 മുതൽ 22% വരെയാണ്. ഷാമ്പെയിനിൽ അടങ്ങിയിട്ടുള്ള ആൽക്കഹോളിൻ്റെ അളവ് എത്രയാണ്? 20 മുതൽ 22% വരെയാണ്. ഷാമ്പെയിനിൽ അടങ്ങിയിട്ടുള്ള ആൽക്കഹോളിൻ്റെ അളവ് എത്രയാണ്? 20 മുതൽ 22% വരെയാണ്. അടുത്ത്, റെഡ്, വൈറ്റ് എന്നിങ്ങനെ വൈനിനെ വേർതിരിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? നിർമ്മാണ പ്രക്രിയയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ റെഡ്, വൈറ്റ് എന്നിങ്ങനെ വൈനിനെ വേർതിരിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? നിർമ്മാണ പ്രക്രിയയുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ വൈനിനെ റെഡെന്നും വൈറ്റെന്നും വേർതിരിക്കുന്നത്. മനസ്സിലായല്ലോ? നിർമ്മാണ പ്രക്രിയയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വൈനിനെ റെഡെന്നും വൈറ്റെന്നും വേർതിരിക്കുന്നത്. അടുത്ത്, വൈനറിയായി പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൻ്റെ ഘടന ഏത് നിയമത്തെ അടിസ്ഥാനമാക്കിയായിരിക്കണം? വൈനറി റൂൾസ് 1970 അടിസ്ഥാനമാക്കി ആയിരിക്കണം. അപ്പോൾ വൈനറിയായി പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൻ്റെ ഘടന ഏത് നിയമത്തെ അടിസ്ഥാനമാക്കിയായിരിക്കണം? വൈനറി റൂൾസ് 1970 അടിസ്ഥാനമാക്കി ആയിരിക്കണം. അപ്പോൾ വൈനറിയായി പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൻ്റെ ഘടന ഏത് നിയമത്തെ അടിസ്ഥാനമാക്കിയായിരിക്കണം? വൈനറി റൂൾസ് 1970 അടിസ്ഥാനമാക്കി ആയിരിക്കണം. അടുത്ത്, സാധാരണ നിലയിൽ വോഡ്ക നിർമ്മിക്കുന്നത് എന്തിൽ നിന്നാണ്? പൊട്ടറ്റോ മൊളാസസിൽ നിന്നാണ് വോഡ്ക നിർമ്മിക്കുന്നത്. അപ്പോൾ സാധാരണ നിലയിൽ വോഡ്ക നിർമ്മിക്കുന്നത് എന്തിൽ നിന്നാണ്? പൊട്ടറ്റോ മൊളാസസിൽ നിന്നാണ് വോഡ്ക നിർമ്മിക്കുന്നത്. അപ്പോൾ സാധാരണയായിട്ട് വോഡ്ക നിർമ്മിക്കുന്നത് എന്തിൽ നിന്നാണ്? പൊട്ടറ്റോ മൊളാസസിൽ നിന്നാണ് വോഡ്ക നിർമ്മിക്കുന്നത്. അടുത്ത്, ഫെനി ഏതുതരം മദ്യത്തിൻ്റെ നിർവചനത്തിൽ ഉൾപ്പെടുന്നു? വിദേശ മദ്യത്തിൻ്റെ ഗണത്തിൽ പെടുന്നു. അപ്പോൾ ഫെനി ഏതുതരം മദ്യത്തിൻ്റെ നിർവചനത്തിൽ ഉൾപ്പെടുന്നു? വിദേശ മദ്യത്തിൻ്റെ നിർവചനത്തിൽ ഉൾപ്പെടുന്നു. അപ്പോൾ നാക്കൊക്കെ കുഴയുന്നെങ്കിൽ വിചാരിക്കുക, ഇത് ഏകദേശം 1 മണിക്കൂറിൻ്റെ പുറത്തായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊക്കെ അപ്പോൾ ജസ്റ്റ് നമ്മുടെ ചെറുതായിട്ടൊക്കെ നാക്കൊക്കെ ഒന്ന് കുഴയും. അപ്പോൾ ഫെനി ഏതുതരം മദ്യത്തിൻ്റെ നിർവചനത്തിൽ ഉൾപ്പെടുന്നു? വിദേശ മദ്യത്തിൻ്റെ നിർവചനത്തിൽ ഉൾപ്പെടുന്നു. അപ്പോൾ ഫെനി ഏതുതരം മദ്യത്തിൻ്റെ നിർവചനത്തിൽ ഉൾപ്പെടുന്നു? വിദേശ മദ്യത്തിൻ്റെ നിർവചനത്തിൽ ഉൾപ്പെടുന്നു. അടുത്ത്, ഔദ്യോഗിക ആവശ്യത്തിനായി പെർമിറ്റില്ലാതെ റെക്ടിഫൈഡ് സ്പിരിറ്റ് കൈവശം വയ്ക്കാൻ കഴിയുന്നത് ആർക്കെല്ലാമാണ്? കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്കാണ്. അപ്പോൾ നിങ്ങൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്കാണെങ്കിൽ എന്ത് ചെയ്യാം? ഇതേപോലെയൊക്കെ കൈവശം വയ്ക്കാം. മനസ്സിലായല്ലോ? അപ്പോൾ ഔദ്യോഗിക ആവശ്യത്തിനായി പെർമിറ്റില്ലാതെ റെക്ടിഫൈഡ് സ്പിരിറ്റ് കൈവശം വയ്ക്കാൻ കഴിയുന്നത് ആർക്കെല്ലാമാണ്? കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്കാണ് കൈവശം വയ്ക്കാൻ കഴിയുന്നത്. അടുത്ത്, ടോയ്ലറ്റ് പ്രിപ്പറേഷൻസിന് വേണ്ടി ഉപയോഗിക്കുന്ന സ്പിരിറ്റ് നമ്മൾ പറഞ്ഞതാണ് റെക്ടിഫൈഡ് സ്പിരിറ്റാണ്. അപ്പോൾ ടോയ്ലറ്റ് പ്രിപ്പറേഷൻസിന് വേണ്ടി ഉപയോഗിക്കുന്ന സ്പിരിറ്റ് ഏതാണ്ടാ? റെക്ടിഫൈഡ് സ്പിരിറ്റാണ്. അപ്പോൾ ടോയ്ലറ്റ് പ്രിപ്പറേഷൻസിന് വേണ്ടി ഉപയോഗിക്കുന്ന സ്പിരിറ്റ് ഏതാണ്? റെക്ടിഫൈഡ് സ്പിരിറ്റാണ്. അടുത്ത്, FL3 ലൈസൻസ് പ്രകാരം മദ്യവിൽപ്പന അനുമതിയുള്ളവർ പള്ളികളിൽ നിന്ന് എത്ര അകലം പാലിച്ചാണ് വിൽപ്പന നടത്തേണ്ടത്? എത്ര അകലമാണ്? 200 മീറ്റർ അകലം പാലിക്കണം.
അപ്പോൾ FL1 അല്ല, FL3 ലൈസൻസ് പ്രകാരം മദ്യവിൽപ്പന അനുമതിയുള്ളവർ പള്ളികളിൽ നിന്ന് എത്ര അകലം പാലിച്ച് വിൽപ്പന നടത്തണം? 200 മീറ്റർ അകലം പാലിച്ച് വിൽപ്പന നടത്തണം. അപ്പോൾ FL3 ലൈസൻസ് ഉള്ളവർ പള്ളികളിൽ നിന്ന് എത്ര അകലം പാലിച്ച് വിൽപ്പന നടത്തണം? 200 മീറ്റർ അകലം പാലിച്ച് വിൽപ്പന നടത്തണം. അപ്പോൾ അടുത്ത ഒരു ചോദ്യം കൂടി, ലാസ്റ്റ് നമ്മുടെ ചോദ്യമാണ്. ഈ ഒരു ചോദ്യത്തോടുകൂടി നമ്മളൊരു വീഡിയോ അവസാനിപ്പിക്കുക. ചോദ്യം എന്താണ്? അബ്കാരി നിയമത്തിലെ സെക്ഷൻ 3 നമ്മുടെ സ്ഥിര ചോദ്യമാണ്. എന്താണ്? കള്ളിനെ കുറിച്ചാണ് 3 പറയുന്നത്. അപ്പോൾ അബ്കാരി നിയമത്തിൽ 3 ഇതിനെക്കുറിച്ച് പറയുന്നു, കള്ളിനെക്കുറിച്ച് പറയുന്നു. മനസ്സിലായല്ലോ? അബ്കാരി നിയമത്തിൽ 3 ഇതിനെക്കുറിച്ച് പറയുന്നു, കള്ളിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ടോട്ടൽ ചോദ്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് എന്ത് ചെയ്തത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ നല്ല വൃത്തിയായിട്ട് പഠിക്കുക. അതേപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇനി എത്ര ദിവസമുണ്ട്? ഇനി ആകെ നമുക്കുള്ളത് 2-3 ദിവസം കൂടെ ഉള്ളൂ. ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്ന ദിവസത്തിന് ആ ദിവസം തൊട്ടാണ് ഞാൻ പറയുന്നത്, ആ ഒരു കണക്കിലാണ് പറയുന്നത്. പോട്ടെ. അപ്പോൾ നല്ല വൃത്തിയായിട്ട് സെറ്റ് ചെയ്യുക, എല്ലാം റെഡിയാക്കി സെറ്റാക്കി പഠിച്ച് പോവുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടി റിവൈസ് ചെയ്തിട്ട് ഈ ഒരു വീഡിയോ നിർത്താം. പഞ്ചസാരയുടെ ക്രിസ്റ്റലൈസേഷന് ശേഷം ബാക്കി വരുന്ന മൊളാസസ് അറിയപ്പെടുന്ന പേരെന്താണ്? മദർ ലിക്കർ എന്നാണ്. FL1 ലൈസൻസുള്ള ഷോപ്പുകൾക്ക് മദ്യവിൽപ്പനയ്ക്കുള്ള അനുമതി ഒരു ദിവസം എത്ര മണിക്കൂറാണ്? 12 മണിക്കൂറാണ്. അബ്കാരി നിയമത്തിലെ 14-ാം വകുപ്പ് മദ്യസംഭരണശാലകളുടെ നിർമ്മാണം. NDPS നിയമം ഇന്ത്യക്കും അകത്തും പുറത്തുമുള്ള എല്ലാ പൗരന്മാർക്കും ബാധകമാണ് എന്ന് പറയുന്ന വകുപ്പ് സെക്ഷൻ 1 ക്ലോസ് 2 ക്ലോസ് A ആണ്. അബ്കാരി നിയമത്തിലെ 4-ാം അധ്യായം എന്തിനെക്കുറിച്ച് പറയുന്നു? മദ്യനിർമ്മാണം, കൈവശം വയ്ക്കൽ, മദ്യവിൽപ്പന. വിമുക്തി മിഷൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ കൺവീനർ എക്സൈസ് കമ്മീഷണർ. NDPS നിയമത്തിലെ 21-ാം വകുപ്പ് പ്രകാരം ലഹരി വസ്തു വാണിജ്യ അളവിലാണെങ്കിൽ പരമാവധി തടവ് ശിക്ഷ 20 വർഷം വരെ. 750 മില്ലി മുതൽക്കുള്ള മദ്യ ബോട്ടിലുകളിൽ മദ്യപാനത്തിനെതിരായ സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ് പ്രദർശിപ്പിക്കുന്ന അക്ഷരങ്ങളുടെ വലിപ്പം 0.3 മില്ലിമീറ്റർ മുതൽ. അബ്കാരി ഓഫീസർമാരുടെ അധികാരങ്ങളും കടമകളും വിശദമാക്കുന്ന അധ്യായം 8. ലഹരി പാനീയങ്ങളിൽ മദ്യത്തിൻ്റെ അളവ് കണ്ടെത്താൻ പൊതുവെ ഉപയോഗിക്കുന്ന ഉപകരണം ഹൈഡ്രോമീറ്റർ. നിയമവിധേയമല്ലാതെ വളർത്തുന്ന ലഹരിച്ചെടികൾ അബ്കാരി ഉദ്യോഗസ്ഥർക്ക് പിടിച്ചെടുക്കുവാൻ അധികാരം നൽകുന്ന നിയമവകുപ്പ് സെക്ഷൻ 48. അബ്കാരി നിയമത്തിലെ 11-ാം വകുപ്പ് പ്രകാരം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറുടെ അധികാര പരിധി കേരളം മുഴുവനുമാണ്. ചാരായ നിർമ്മാണം നിരോധിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് 8-1. അബ്കാരി കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന് തെളിവ് ശേഖരിക്കുന്നതിനായി ഒരാളെ വിളിച്ചു വരുത്തുവാൻ അധികാരം നൽകുന്ന വകുപ്പ് സെക്ഷൻ 44. അബ്കാരി നിയമത്തിൽ പ്രതിപാദിക്കുന്ന കുറ്റകൃത്യത്തിൽ ഉൾപ്പെടുന്നതായ വ്യക്തി തെറ്റായ പേരും വിലാസവും നൽകിയാൽ ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ അധികാരം നൽകുന്ന വകുപ്പ് സെക്ഷൻ 35. ഒരു വ്യക്തി പെർമിറ്റില്ലാതെ സൂക്ഷിക്കാൻ കഴിയുന്ന വിദേശ മദ്യത്തിൻ്റെ അളവ് 13.5 ലിറ്റർ. NDPS കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന വ്യക്തി ഏത് റാങ്കിൽ കുറയാത്ത എക്സൈസ് ഉദ്യോഗസ്ഥനായിരിക്കണം? എക്സൈസ് ഇൻസ്പെക്ടർ. കേരളത്തിൽ ചാരായ ഷാപ്പുകൾ അടച്ചുപൂട്ടാനുള്ള ഉത്തരവ് ഇറങ്ങിയത് 1995 ഡിസംബറാണ്. NDPS നിയമം ഇന്ത്യക്ക് അകത്തും പുറത്തുമുള്ള എല്ലാ പൗരന്മാർക്കും ബാധകമാണ് എന്ന് പറയുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 1 ക്ലോസ് 2 ക്ലോസ് A ആണ്. വെയർ ഹൗസസ്, ഡിസ്റ്റിലറീസ് തുടങ്ങിയവ സ്ഥാപിക്കുന്നത് വിശദമാക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് സെക്ഷൻ 14. വിമുക്തി മിഷൻ്റെ നിലവിലെ ചെയർമാൻ പിണറായി വിജയൻ. കറുപ്പിന് നിർവചനം നൽകിയിട്ടുള്ള NDPS നിയമത്തിലെ വകുപ്പ് സെക്ഷൻ 2 ക്ലോസ് 15. കേരളത്തിൽ പൂർണ്ണമായ ചാരായ നിരോധനം നിലവിൽ വന്നത് 1996 ഏപ്രിൽ 1. തെങ്ങ്, പാൻമിറ, ഈന്തപ്പന എന്നിവയിൽ നിന്നെടുക്കുന്ന പുളിപ്പിച്ചതോ പുളിപ്പിക്കാത്തതോ ആയ ജ്യൂസിനെ വിളിക്കുന്ന പേര് കള്ളൻ നമ്മൾ പറയും. യുവജനങ്ങളെയും വിദ്യാർത്ഥികളെയും ലഹരി ഉപയോഗത്തിൻ്റെ ദൂഷ്യവശങ്ങൾ ബോധ്യപ്പെടുത്തി വ്യാപകമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ ഉദ്ദേശമിട്ട് കേരള സർക്കാർ ലഹരി വർജന പരിപാടിയുടെ പേര് വിമുക്തി. മദ്യവിൽപ്പന എന്നത് നിർവചിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് 315. മെഡിക്കൽ ആൻഡ് ടോയ്ലറ്ററി ആവശ്യത്തിനുള്ള സാധനങ്ങൾ നിർമ്മിക്കുന്നതിനായി ഉപയോഗിക്കുന്ന സ്പിരിറ്റ് റെക്ടിഫൈഡ് സ്പിരിറ്റ്. കള്ളുഷാപ്പ് നടത്തിപ്പിനായി ഏജൻറ്റിനെ നിയമിക്കുവാനുള്ള അധികാരം ഉള്ളവർക്കാണ്? സർക്കിൾ ഇൻസ്പെക്ടർ ഓഫ് എക്സൈസിനാണ്. രാസപരിശോധനയ്ക്കായി എടുക്കാവുന്ന വിദേശ മദ്യത്തിൻ്റെ അളവ് 180 മില്ലി ലിറ്റർ. ചാരായത്തിൻ്റെ കയറ്റുമതി നിരോധിച്ചിരിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് പ്രകാരം
സെക്ഷൻ 8(1) പ്രകാരം അബ്കാരി നിയമത്തിലെ സെക്ഷൻ 3(6)(a) എന്തിനെ പറയുന്നു? ചാരായം 3(6)(a). ലഹരി മരുന്ന് കടത്തുന്നതിനോ വിൽക്കുന്നതിനോ സഹായിക്കാനായി വാഹനമോ മൃഗത്തിനെയോ വിട്ടു നൽകുന്നത് കുറ്റകരമാണ് എന്ന് പറയുന്ന NDPS വകുപ്പ്. സെക്ഷൻ 25. അബ്കാരി നിയമത്തിലെ 3(20) വകുപ്പ് എന്തിനെ വിശദമാക്കുന്നു? റെക്ടിഫിക്കേഷൻ 3(20). NDPS നിയമത്തിൽ ഒരു കുറ്റം ചെയ്യാൻ ശ്രമിച്ചാലുള്ള ശിക്ഷ വിവരിക്കുന്ന വകുപ്പ്. സെക്ഷൻ 28. 3 വർഷത്തിൽ കൂടാത്ത തടവ് ശിക്ഷയുള്ള കുറ്റകൃത്യങ്ങൾക്ക് അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിക്ക് അബ്കാരി ഓഫീസറിൽ നിന്നോ മജിസ്ട്രേറ്റിൽ നിന്നോ ജാമ്യത്തിന് അർഹതയുണ്ടെന്ന് വിശദമാക്കുന്ന വകുപ്പ്. സെക്ഷൻ 41 ക്ലോസ് 1. പൊതുസ്ഥലങ്ങളിലെ പുകവലി നിരോധനം കോട്ട്പാ നിയമത്തിലെ ഏത് വകുപ്പിൽ പറയുന്നു? സെക്ഷൻ 4. NDPS നിയമത്തിലെ 10-ാം വകുപ്പ് ഒപ്പിയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ റൂൾസ് ഉണ്ടാക്കാൻ ആർക്ക് അധികാരം നൽകുന്നു? സംസ്ഥാന സർക്കാരിന്. ചാരായ വിൽപ്പനയ്ക്കുള്ള ശിക്ഷ 10 വർഷം വരെയുള്ള തടവും 1 ലക്ഷം രൂപ വരെ പിഴയും. അബ്കാരി ഓഫീസർ എന്താണ് എന്ന് പറഞ്ഞിട്ടുള്ള അബ്കാരി നിയമത്തിലെ വകുപ്പ്. സെക്ഷൻ 4(d). NDPS നിയമപ്രകാരം കേസിനെക്കുറിച്ച് വിവര റിപ്പോർട്ട് നൽകേണ്ടത് എത്ര മണിക്കൂറിനുള്ളിലാണ്? 72 മണിക്കൂറിനുള്ളിലാണ്. MDMAയുടെ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി എന്നത് എത്ര ഗ്രാമിന് മുകളിലാണ്? 10 ഗ്രാമിന് മുകളിലാണ്. യുവജനങ്ങളെയും വിദ്യാർത്ഥികളെയും ലഹരി ഉപയോഗത്തിൻ്റെ ദൂഷ്യവശങ്ങൾ ബോധ്യപ്പെടുത്തി വ്യാപകമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുവാൻ ഉദ്ദേശമിട്ട് കേരള സർക്കാർ ആവിഷ്കരിച്ച ലഹരി വർജന പരിപാടിയുടെ പേര്? വിമുക്തി. കേരള സംസ്ഥാന ലഹരി വർജന മിഷന് കീഴിലുള്ള സംസ്ഥാന സമിതികൾ എത്ര മാസം കൂടുമ്പോഴാണ് പ്രവർത്തനങ്ങൾ വിലയിരുത്തേണ്ടത്? എത്ര മാസം കൂടുമ്പോഴാണ്? 3 മാസം കൂടുമ്പോഴാണ്. ഒപ്പിയം, കഞ്ചാവ്, ചരസ് തുടങ്ങിയവ ഒഴികെയുള്ള ലഹരി വസ്തുക്കൾ രാസപരിശോധനയ്ക്കായി എടുക്കേണ്ട അളവ് 5 ഗ്രാമാണ്. പ്ലാസ്റ്റിക് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആൽക്കഹോൾ ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ഇൻഡസ്ട്രി വേസ്റ്റ് ആൽക്കഹോളാണ്. DDT നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന സ്പിരിറ്റ് ഡീനാച്ചുറഡ് സ്പിരിറ്റ്. ലഹരി മരുന്നിൻ്റെ ദുരുപയോഗം തടയാനായി ദേശീയ ഫണ്ട് രൂപവൽക്കരിക്കുന്നത് NDPS നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരം? സെക്ഷൻ 7(a) പ്രകാരം. ലഹരി മരുന്നിൻ്റെ ദുരുപയോഗത്തിനെതിരായ ദേശീയ ഫണ്ട് രൂപവൽക്കരണം വിശദീകരിക്കുന്ന NDPS നിയമത്തിലെ അധ്യായം 2(a). NDPS നിയമത്തിൽ ഒരു കുറ്റം ചെയ്യാൻ ശ്രമിച്ചാലുള്ള ശിക്ഷ വിവരിക്കുന്ന വകുപ്പ്. സെക്ഷൻ 28. ഒപ്പിയം, കഞ്ചാവ്, ചരസ് തുടങ്ങിയവ ഒഴികെയുള്ള ലഹരി വസ്തുക്കൾ രാസപരിശോധനയ്ക്കായി എടുക്കേണ്ട അളവ് 5 ഗ്രാം. മാനുഫാക്ചർഡ് ഡ്രഗിൻ്റെ നിർവചനം നൽകുന്ന NDPS നിയമത്തിലെ വകുപ്പ്. സെക്ഷൻ 2(11). ചാരായത്തിന് നിർവചനം നൽകുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ്. സെക്ഷൻ 3 ക്ലോസ് 6(a). മദ്യവിൽപ്പന എന്നത് നിർവചിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ്. സെക്ഷൻ 3 ക്ലോസ് 15. MDMAയുടെ കൊമേഴ്ഷ്യൽ അളവ് 10 ഗ്രാമിന് മുകളിലാണ്. അനുമതിയില്ലാതെ കള്ള് ചെത്തിയാൽ ശിക്ഷ 1 വർഷം വരെ തടവ് അല്ലെങ്കിൽ 10,000 രൂപ പിഴ അല്ലെങ്കിൽ രണ്ടും കൂടി ലഭിക്കും. കള്ളുഷാപ്പുകൾ പരിശോധിക്കുന്നത് ഏത് റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥനായിരിക്കണമെന്നാണ് അബ്കാരി നിയമത്തിൽ പറയുന്നത്? പ്രിവൻറ്റീവ് ഓഫീസർ. ചാരായ നിർമ്മാണം പാടില്ലെന്ന് പറഞ്ഞിരിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ്. സെക്ഷൻ 8(1). കറുപ്പിന് നിർവചനം നൽകിയിട്ടുള്ള NDPS നിയമത്തിലെ വകുപ്പ്. സെക്ഷൻ 2 ക്ലോസ് 15. ഇൻഡസ്ട്രിയൽ ആവശ്യങ്ങൾക്കായി പൊതുവെ ഉപയോഗിക്കുന്നത് ഏതുതരം സ്പിരിറ്റ്? ഡീനാച്ചുറഡ് സ്പിരിറ്റ്. അബ്കാരി നിയമത്തിൽ പ്രതിപാദിക്കുന്ന കുറ്റകൃത്യത്തിൽ ഉൾപ്പെടുന്നതായ വ്യക്തി തെറ്റായ പേരും വിലാസവും നൽകിയാൽ ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ അധികാരം നൽകുന്ന വകുപ്പ്. സെക്ഷൻ 35. ഒരു അബ്കാരി ഓഫീസറെ അയാളുടെ കൃത്യനിർവഹണത്തിന് തടസ്സം വരുത്തുന്ന രീതിയിൽ പെരുമാറിയാൽ തടസ്സം വരുത്തിയ വ്യക്തിയെ വാറൻറ്റോ അറസ്റ്റിനുള്ള ഓർഡറോ ഇല്ലാതെ തന്നെ അറസ്റ്റ് ചെയ്യാവുന്നതാണ് എന്ന് വിശദമാക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ്. സെക്ഷൻ 33. അബ്കാരി ഓഫീസർമാരുടെ അധികാരങ്ങളും കടമകളും വിശദമാക്കുന്ന അധ്യായം 8. പൊതുസ്ഥലങ്ങളിലെ മദ്യപാനം നിരോധിക്കുന്ന വകുപ്പ്. സെക്ഷൻ 15(c). അബ്കാരി നിയമത്തിൽ ലൈസൻസ് റദ്ദാക്കാനോ തിരിച്ചു വിളിക്കുവാനോ ഉള്ള കാരണങ്ങൾ വ്യക്തമാക്കുന്ന വകുപ്പ്. സെക്ഷൻ 26. ലൈസൻസ് ഇല്ലാതെ മദ്യം നിർമ്മിക്കുന്നത് നിരോധിക്കുന്ന വകുപ്പ്. സെക്ഷൻ 12. ചാരായ നിർമ്മാണം നിരോധിക്കുന്ന വകുപ്പ്. സെക്ഷൻ 8(1). ബോണ്ടഡ് വെയർ ഹൗസിനെ കുറിച്ച് നിർവചിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ്. സെക്ഷൻ 3 ക്ലോസ് 2(b). പൊതുസ്ഥലങ്ങളിൽ പുകവലിച്ചാൽ പിഴ 200 രൂപ. അനുമതിയില്ലാതെ കറുപ്പ് കൃഷി ചെയ്യുന്നത് നിരോധിക്കുന്ന NDPS വകുപ്പ്. സെക്ഷൻ 8. FL1 ലൈസൻസ് അനുവദിക്കാൻ അധികാരപ്പെട്ട ഉദ്യോഗസ്ഥൻ
ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ. കേരള സംസ്ഥാന ലഹരി വർജ്ജന മിഷന് കീഴിലുള്ള സംസ്ഥാന സമിതികൾ എത്ര മാസം കൂടുമ്പോൾ പ്രവർത്തനം വിലയിരുത്തണം? 3 മാസം കൂടുമ്പോൾ. അബ്കാരി ഓഫീസർ എന്നാൽ അബ്കാരി നിയമം വകുപ്പ് 4D പ്രകാരമുള്ള ഉദ്യോഗസ്ഥനാണ് എന്ന് വിശദമാക്കുന്ന വകുപ്പ്. സെക്ഷൻ 3 ക്ലോസ് 6. അബ്കാരി റവന്യൂവിനെക്കുറിച്ച് നിർവചനം നൽകുന്ന വകുപ്പ്. സെക്ഷൻ 3 ക്ലോസ് 1. അബ്കാരി ആക്ട് 1 ഓഫ് 1977 എവിടെയാണ് നിലനിൽക്കുന്നത്? കേരളം മുഴുവൻ നിലനിൽക്കുന്നു. അനുമതിയില്ലാതെ കറുപ്പ് കൃഷി ചെയ്യുന്നത് നിരോധിക്കുന്ന NDPS വകുപ്പ്. സെക്ഷൻ 8. കസ്റ്റംസ്, പോലീസ്, ലാൻഡ് റവന്യൂ തുടങ്ങിയ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് അബ്കാരി ഓഫീസർമാരെ അസിസ്റ്റ് ചെയ്യാൻ നിയമപരമായ ബാധ്യതയുണ്ടെന്ന് വിശദമാക്കുന്ന വകുപ്പ്. സെക്ഷൻ 37. അബ്കാരി നിയമത്തിലെ 34-ാം വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിക്ക് അറസ്റ്റിൻ്റെ കാരണങ്ങൾ വിശദീകരിച്ച് കൊടുക്കണമെന്ന് നിർദ്ദേശിക്കുന്ന വകുപ്പ്. സെക്ഷൻ 40. മെഡിക്കൽ ആൻഡ് ടോയ്ലറ്ററി ആവശ്യത്തിനുള്ള സാധനങ്ങൾ നിർമ്മിക്കുന്നതിനായി ഉപയോഗിക്കുന്ന സ്പിരിറ്റ്, റെക്ടിഫൈഡ് സ്പിരിറ്റ്. കേരളത്തിൽ ചാരായ ഷാപ്പുകൾ അടച്ചുപൂട്ടാനുള്ള ഉത്തരവ് ഇറങ്ങിയത് 1995 ഡിസംബർ 20. കേരളത്തിൽ പൂർണ്ണമായ ചാരായ നിരോധനം നിലവിൽ വന്നത് 1996 ഏപ്രിൽ 1. അബ്കാരി ആക്ട് 1 ഓഫ് 1977 എവിടെയാണ് നിലവിൽ നിൽക്കുന്നത്? കേരളം മുഴുവൻ. അബ്കാരി റവന്യൂ നിർവചിക്കുന്ന വകുപ്പ്. സെക്ഷൻ 3 ക്ലോസ് 1. അബ്കാരി ഓഫീസർ എന്നാൽ അബ്കാരി നിയമം വകുപ്പ് 4D പ്രകാരമുള്ള ഉദ്യോഗസ്ഥനാണ് എന്ന് വിശദമാക്കുന്ന വകുപ്പ്. സെക്ഷൻ 3 ക്ലോസ് 6. അബ്കാരി നിയമത്തിൽ മദ്യ ഇറക്കുമതിയെക്കുറിച്ച് വിവരിക്കുന്ന അധ്യായം 3 മദ്യ ഇറക്കുമതി. അബ്കാരി നിയമത്തിൽ 30 മുതൽ 54A വരെയുള്ള വകുപ്പുകൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അബ്കാരി ഉദ്യോഗസ്ഥരുടെ അധികാരങ്ങളും ചുമതലകളും. അബ്കാരി നിയമത്തിലെ 30 മുതൽ 54A വരെയുള്ള വകുപ്പുകൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അബ്കാരി ഉദ്യോഗസ്ഥരുടെ അധികാരങ്ങളും ചുമതലകളും. അബ്കാരി നിയമത്തിലെ 7-ാം വകുപ്പ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? മദ്യ കയറ്റുമതിക്കുള്ള അനുമതി. അബ്കാരി നിയമത്തിലെ 7-ാം വകുപ്പ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മദ്യ കയറ്റുമതിക്കുള്ള അനുമതി. പൊതുസ്ഥലത്തെ മദ്യപാന നിരോധനം അബ്കാരി നിയമത്തിലെ ഏത് വകുപ്പാണ്? 15C ആണ്. പൊതുസ്ഥലത്തെ മദ്യപാന നിരോധനം അബ്കാരി നിയമത്തിലെ ഏത് വകുപ്പാണ്? സെക്ഷൻ 15C ആണ്. ചാരായത്തിന് നിർവചനം നൽകിയിട്ടുള്ള അബ്കാരി നിയമ വകുപ്പ് 3 ക്ലോസ് 6 ആണ്. ചാരായത്തിന് നിർവചനം നൽകിയിട്ടുള്ള അബ്കാരി നിയമ വകുപ്പ് ഏതാണ്? 3 ക്ലോസ് 6 ആണ്. വിമുക്തിയുടെ പ്രധാന ലക്ഷ്യം ലഹരി വിമുക്ത കേരളം. വിമുക്തി മിഷനുമായി ബന്ധപ്പെട്ട 2014 ഓർഡർ പ്രകാരം മിഷൻ്റെ ബ്രാൻഡ് അംബാസഡർ ആയിരുന്നത് സച്ചിൻ ടെണ്ടുൽക്കറാണ്. അബ്കാരി കേസിൽ സാക്ഷിയായ ഒരാൾ രേഖകൾ ഹാജരാക്കി തെളിവ് നൽകുന്നത് ഏത് വകുപ്പ് പ്രകാരം? സെക്ഷൻ 45 പ്രകാരം. ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂൾസ് നിലവിൽ വന്ന വർഷം 1968. കനാബിസ് ചെടി കൈവശം വയ്ക്കുന്നത് കുറ്റകരമാണെന്ന് പറയുന്ന NDPS വകുപ്പ്. സെക്ഷൻ 20. കനാബിസ് ചെടി കൃഷി ചെയ്താൽ ശിക്ഷ 10 വർഷം വരെ നീളാവുന്ന കഠിനതടവും 1 ലക്ഷം രൂപ വരെ പിഴയും കിട്ടും. നിർമ്മിക്കപ്പെട്ട മയക്കുമരുന്ന് വാങ്ങുന്നതോ വിൽക്കുന്നതോ കുറ്റകരമാണെന്ന് പറയുന്ന NDPS വകുപ്പ്. സെക്ഷൻ 21. സൈക്കോട്രോപിക് വസ്തുക്കളുമായി ബന്ധപ്പെട്ട നിയമലംഘനം നടക്കുന്നത് ചെറിയ അളവിനും വാണിജ്യ അളവിനും ഇടയിലാണെങ്കിൽ പിഴ 1 ലക്ഷം രൂപ വരെ പിഴ. പഞ്ചസാരയുടെ ക്രിസ്റ്റലൈസേഷന് ശേഷം കിട്ടുന്ന മൊളാസസിൻ്റെ നിറം ഡാർക്ക് ബ്രൗൺ ആണ്. നാച്ചുറൽ വൈനിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കഹോളിൻ്റെ അളവ് 8 മുതൽ 12% വരെ. CH2OH എന്തിനെ സൂചിപ്പിക്കുന്നു? മീഥൈൽ ആൽക്കഹോൾ അല്ലെങ്കിൽ മെഥനോൾ. ഷാമ്പെയിനിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കഹോളിൻ്റെ അളവ് 20 മുതൽ 22% വരെയാണ്. റെഡ്, വൈറ്റ് എന്നിങ്ങനെ വൈനിനെ വേർതിരിക്കുന്ന എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? നിർമ്മാണ പ്രക്രിയയുടെ അടിസ്ഥാനത്തിൽ. വൈനറിയായി പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൻ്റെ ഘടന ഏത് നിയമത്തെ അടിസ്ഥാനമാക്കിയായിരിക്കണം? വൈനറി റൂൾസ് 1970. സാധാരണ നിലയിൽ വോഡ്ക നിർമ്മിക്കുന്നത് എന്തിൽ നിന്നാണ്? പൊട്ടറ്റോ മൊളാസസിൽ നിന്നാണ്. ഫെനി ഏതുതരം മദ്യത്തിൻ്റെ നിർവചനത്തിൽ ഉൾപ്പെടുന്നു? എന്താണ്? വിദേശ മദ്യത്തിൻ്റെ നിർവചനത്തിൽ ഉൾപ്പെടുന്നു. ഔദ്യോഗിക ആവശ്യത്തിനായി പെർമിറ്റില്ലാതെ റെക്ടിഫൈഡ് സ്പിരിറ്റിൽ കൈവശം വയ്ക്കുവാൻ കഴിയുന്നത് ആർക്കെല്ലാം? സ്പിരിറ്റ് കൈവശം വയ്ക്കാൻ കഴിയുന്ന ആർക്കെല്ലാമാണ്? കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക്. ടോയ്ലറ്റ് പ്രിപ്പറേഷൻസിന് വേണ്ടി ഉപയോഗിക്കുന്ന സ്പിരിറ്റ് റെക്ടിഫൈഡ് സ്പിരിറ്റ്. FL3 ലൈസൻസ് പ്രകാരമുള്ള മദ്യവിൽപ്പന അനുമതിയുള്ളവർ പള്ളികളിൽ നിന്ന് എത്ര അകലം പാലിച്ചാണ് വിൽപ്പന നടത്തേണ്ടത്? 200 മീറ്റർ
അകലം പാലിച്ചാണ് വിൽപ്പന നടത്തേണ്ടത്. FL3 ലൈസൻസ് പ്രകാരം. ലാസ്റ്റ് ചോദ്യം എന്താണ്? ആബ്കാരി നിയമത്തിലെ സെക്ഷൻ 3 എന്തിനെ നിർവചിക്കുന്നു? കള്ളിനെക്കുറിച്ച് പറയുന്നു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ് എന്ന് പറയുന്നത്.